ഹലോ മച്ചന്മാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. നമ്മൾ കുറച്ച് ദിവസമായല്ലേ ഒരു ഹൊറർ മൂവിയുടെ കഥ പറഞ്ഞിട്ട്. അങ്ങനെയാണെങ്കിൽ ഒരു കിട്ടുക്കാച്ചി സാധനം തന്നെ ഇന്ന് നമുക്ക് കേട്ടാലോ. കഥയുടെ ക്ലൈമാക്സിൽ നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലേക്ക് കഥ പോവും. അതുപോലെ തന്നെ വളരെയധികം ക്രൂരമായിട്ടുള്ള ബ്രൂട്ടലായിട്ടുള്ള ഭയാനകരമായിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾ കാണേണ്ടിയും വരും. ഇതിനൊക്കെ ചങ്കുറപ്പുണ്ടെങ്കിലും മാത്രം കഥ മുഴുവനായിട്ടും കേട്ടാൽ മതി കേട്ടോ. കഥയെക്കുറിച്ച് ചുരുക്കി എന്ന് പറയുകയാണെങ്കിൽ, കുറച്ചധികം വർഷങ്ങൾക്ക് ശേഷം 3 കൂട്ടുകാര് അവർ ചെറുപ്പത്തിൽ വളർന്ന ഒരു ഓർഫനേജിലേക്ക് കുടുംബവുമായിട്ട് പോവുകയാണ്. എന്നാൽ പിന്നീടുള്ള കുറച്ച് ദിവസങ്ങൾ ഭൂമിയിലുള്ള നരകം അതേതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ 3 കൂട്ടുകാർ പറയും അത് ഈ ഓർഫനേജ് ആണെന്ന്. ആ ഓർഫനേജിൽ അവിടെ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? എന്നാൽ പിന്നെ നമുക്ക് നേരെ ആ കഥയിലേക്ക് പോവല്ലേ. കഥ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഞാനൊരു വാണിംഗ് തരികയാണ്. കഥയുടെ പല ഭാഗത്തും നിങ്ങൾക്കത് കുറച്ച് ഡിസ്കസ്റ്റിംഗ് ആയിട്ട് തോന്നും, കുറച്ച് അരോചകത്വമായിട്ട്. പിന്നെ പല സീനുകളും ഞാൻ പറഞ്ഞു തരികയുള്ളൂ, അത് കാണിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. കാരണം അത്രത്തോളം ബ്ലഡ് അതുപോലെ തന്നെ ബ്രൂട്ടൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ആ ഒരു സീനിൽ ഉണ്ടാകുന്നത്. അപ്പൊ എന്തായാലും കഥ ആരംഭിക്കുകയാണ്. കഥയുടെ ആരംഭത്തിൽ തന്നെ ഒരു ഫാമിലിയെ കാണിക്കുകയാണ്. ഇവർ കാറിൽ കയറിയിട്ട് എന്തോ ഒരു വെക്കേഷൻ ട്രിപ്പിനായിട്ട് എങ്ങോട്ടോ പോവുകയാണ്. ഒരു കാട്ടിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും വണ്ടി ഓടിക്കുന്നത് കുട്ടികളുടെ അച്ഛനാണ്, ജുവാൻ. അതുപോലെ തന്നെ ജുവാന്റെ ഭാര്യയുടെ പേര് മഹി എന്നാണ്. ഇവർക്ക് 3 കുട്ടികളാണ്. ഇളയത് ചെറിയൊരു ചെറുക്കനാണ്, അവന്റെ പേര് ഹക്കി എന്നാണ്. ഇമ്പോർട്ടന്റ് ക്യാരക്ടറാണ്, ഒന്ന് നോക്കി വെച്ചേക്ക്. അപ്പൊ ഇവരിങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് പിള്ളേർ ചോദിക്കുന്നുണ്ട്, അച്ഛാ നമ്മൾ എങ്ങോട്ടേ പോകുന്നത്? എന്തോ ഈ സ്ഥലമൊക്കെ കാണുമ്പോൾ കുട്ടികളുടെ ഉള്ളിൽ ഒരു പേടി പോലെ. ഇപ്പൊ ജുവാൻ പറയാണ്, എന്തിനാ മക്കൾ എങ്ങനെ പേടിക്കുന്നത്? അച്ഛൻ ചെറുപ്പത്തിൽ വളർന്ന ഒരു ഓർഫനേജ് ഉണ്ട്, നമുക്കൊന്ന് അവിടെ പോയിട്ട് വരാം. ഞങ്ങളൊക്കെ എടുത്ത് വളർത്തിയ ഒരാളുണ്ട്, ബാദി. അദ്ദേഹത്തിന് വയസ്സായി, പ്രായമായി, ഇപ്പൊ ഒന്നിനും വയ്യടോ, ഒന്ന് പോയിട്ട് നമുക്ക് കണ്ടിട്ട് വരാം. 1-2 ദിവസം വേണമെങ്കിൽ അവിടെ നിൽക്കുകയും ചെയ്യാം, അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാലോ, ഒരു ഉൾപ്രദേശമാണ്. അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മുന്നോട്ടേക്ക് പോകുമ്പോൾ പെട്ടെന്ന് ഒരു ആക്സിഡന്റ് സംഭവിക്കുകയാണ്. ഇപ്പൊ ജുവാൻ അതുപോലെ തന്നെ മൂത്ത മകൻ ഇവർ ഇറങ്ങി ചെന്ന് നോക്കുമ്പോൾ അതൊരു മാനായിരുന്നു. ഓ രക്ഷപ്പെട്ടു, മനുഷ്യനൊന്നുമല്ലല്ലോ. ആ ഒരു ധൈര്യത്തിൽ ഇവർ കാറെടുത്ത് ഇവിടുന്ന് പോവാണ്. എന്നാൽ ആ കാറ് പോയതിനു ശേഷം അവിടെ മറ്റൊരു കാഴ്ച കാണിക്കുന്നുണ്ട്. ഒരു പെൺകുട്ടിയുടെ മൃതദേഹം അവൾ ചോര ഒലിപ്പിച്ച് ആ ഊജാലിന്റെ സൈഡിലായിട്ട് അങ്ങനെ കിടക്കുകയാണ്. ആ ആക്സിഡന്റിൽ മരിച്ചത് ഈ ഒരു മാൻ മാത്രമായിരുന്നില്ല, കൂടെ ആ പെൺകുട്ടി ഉണ്ടായിരുന്നു. ഈ കാര്യങ്ങളൊന്നും ജുവാൻ അറിയുന്നില്ല. ഫാമിലിയും കൂട്ടി അവൻ നേരെ ഓർഫനേജിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവരെ സ്വീകരിക്കാനായിട്ട് ഈ ജുവാന്റെ കൂടെ തന്നെ ചെറുപ്പത്തിൽ ഈ ഓർഫനേജിൽ ഉണ്ടായിരുന്ന ഒരു പയ്യനുണ്ട്, മോമൻ. അവനാണ് ഇപ്പൊ അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. പക്ഷേ അവന് വലിയ വിദ്യാഭ്യാസം ഒന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല ജോലിയൊന്നും കിട്ടിയില്ല. അതുകൊണ്ടാണ് അവൻ ഇവിടെ ഇങ്ങനെ ഒതുങ്ങിക്കൂടിയത്. മാത്രല്ല ഇവരെല്ലാവരെയും എടുത്തു വളർത്തിയ ബാദി, ആ ഒരു മുത്തശ്ശനുണ്ടല്ലോ, മൂപ്പർക്ക് വയ്യാതെ കിടക്കുകയാണ്. അപ്പൊ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാനും ഒരാൾ വേണ്ടേ. എന്തായാലും ആ ഒരു കാര്യം നമ്മുടെ മോമൻ ഏറ്റെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മോമന്റെ വൈഫായിട്ടുള്ള സീറ്റി അങ്ങോട്ടേക്ക് വരികയാണ്. എല്ലാവരും രണ്ടുപേരെയും പരിചയപ്പെടുന്നുണ്ട്. എന്നാൽ ഈ സീറ്റിയുടെ മുഖത്തിന്റെ ഒരു ഭാഗത്തായിട്ട് എന്തോ വെച്ച് പൊള്ളിയതുപോലെയുള്ള ഒരു പാട് കാണുന്നുണ്ട്. ഇപ്പൊ ജുവാന്റെ ഇളയ മകനുണ്ടല്ലോ, ഹക്കി, ഒന്നും ഒരു മടിയും കാണിക്കാതെ അവൻ ചോദിക്കണം, അല്ല ചേച്ചി ഇതെന്താ പറ്റിയതെന്ന്. മുഖക്കാകെ പൊള്ളി നിൽക്കുന്നുണ്ടല്ലോ. അങ്ങനെ ഒറ്റയടിക്ക് ചോദിക്കുമ്പോൾ ആർക്കായാലും ഒരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. പെട്ടെന്ന് തന്നെ ജുവാൻ പറയണത്, സോറി കേട്ടോ, ചെറുക്കൻ ഇങ്ങനെയാണ്, എന്ത് കണ്ടാലും ഇങ്ങനെ ചോദിച്ചോണ്ടേയിരിക്കും. അതൊന്നും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ഈ സീറ്റി ഒന്ന് ചിരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ അവിടേക്ക് വേറെ ഒരു കാറ് വരികയാണ്. ജുവാന്റെ കൂടെ ചെറുപ്പത്തിൽ ആ ഓർഫനേജിൽ ഉണ്ടായിരുന്ന വേറെ 2 കൂട്ടുകാരാണ്, ജിൻഡോ അതുപോലെ തന്നെ റാം. ഇവരുടെ 2 പേരുടെ വൈഫും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇവരെല്ലാവരും ഉള്ളിലേക്ക് കയറുമ്പോൾ ജിൻഡോയുടെ ഭാര്യ, അതായത് ജോസി, അവൾ പുറത്തിരുന്നിട്ട് അവളുടെ കൈകളിലേക്ക് സാനിറ്റൈസറും അതിന്റെ ആ ഒരു സ്പ്രേയും കാര്യങ്ങളൊക്കെ അടിച്ച് നല്ല വൃത്തിയാക്കുകയാണ്. അതായത് അവൾക്ക് നല്ല അറപ്പുണ്ട് എല്ലാത്തിനോടും. അതുകൊണ്ട് തന്നെ എല്ലാം നല്ല വൃത്തിയിൽ കൈകാര്യം ചെയ്തിട്ട് അവൾ ഉപയോഗിക്കുള്ളൂ. എന്തായാലും ഓർഫനേജിന്റെ ഉള്ളിലേക്ക് ഇവരെത്തിയ സമയത്ത് എല്ലാവരുടെ ഫോണിലും ഒരേപോലെ സിഗ്നൽ ഇല്ലാതാവുകയാണ്. ഇവിടെ മുതൽ തന്നെ സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ഇവർക്ക് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ മോമനോട്, കുട്ടികളൊക്കെ എവിടെ, ആരുടെയും ഒച്ചപ്പാടും ബഹളമൊന്നും കേൾക്കുന്നില്ലല്ലോ. ഇപ്പൊ മോമൻ പറയാണ്, കുട്ടികളൊക്കെ ഒരു ട്രിപ്പ് പോയതാണ്, ഒരു 2 പിള്ളേര് മാത്രമേ ഇവിടെ ഉള്ളൂ. ഇപ്പൊ ആ 2 പിള്ളേർ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഒരാളുടെ പേര്, അതായത് ചെറുക്കന്റെ പേര് ഹസ്ബി, അതുപോലെ തന്നെ പെൺകുട്ടിയുടെ പേര് റാണി. എന്തായാലും ഇവരിങ്ങനെ പരിചയപ്പെടുന്ന സമയത്ത് ഈ 3 ചെറുപ്പക്കാര്, അതായത് ജുവാൻ, ജിൻഡോ, റാം, 3 പേരും കൂടി നേരെ ബാദി, അതായത് ഇവരെടുത്ത് വളർത്തിയ ആളുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. പ്രായമായിട്ടുണ്ട്, ഇപ്പൊ കട്ടിൽ നിന്നും എണീക്കാൻ കഴിയുന്നില്ല. അതിന്റേതായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടും ആ ഒരു മനുഷ്യൻ അനുഭവിക്കുന്നുണ്ട്. എന്തായാലും അങ്ങോട്ടേക്ക് ചെന്നിട്ട് 3 പിള്ളേരും അവരുടെ ആ ഒരു സ്നേഹം ഇവരെടുത്ത് വളർത്തിയ ആ ഒരു മനുഷ്യനോട് കാണിക്കുന്നുണ്ട് കേട്ടോ. കാരണം ആ മനുഷ്യൻ ഇല്ലായിരുന്നെങ്കിൽ ഇവർ 3 പേരും ഇന്നത്തെ ഈ നിലയിലൊന്നും എത്തില്ലായിരുന്നു. ബാദിയോട് ഇവരിങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹസ്ബി അതുപോലെ തന്നെ റാണി കുട്ടികളെയും കൂട്ടിക്കൊണ്ട് മറ്റൊരു ഏരിയയിലേക്ക് പോവാണ്. അതായത് ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തോണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഹസ്ബിയോട്, നിങ്ങൾ കുറെ നാളായിട്ട് ഇവിടെ ഉണ്ടോ എന്ന് നമ്മുടെ ഹക്കി ചോദിക്കുമ്പോൾ ഹസ്ബി പറയാണ്, ഞാൻ ജനിച്ചതേ ഇവിടെ വെച്ചാണ്, ജനിച്ചപ്പോ മുതലേ ഇവിടെയാണ്. പക്ഷെ ഈ പെണ്ണുണ്ടല്ലോ റാണി, ഇവൾ ഈ അടുത്ത് ഇവിടെ വന്നെയാണ്. ഇവൾക്ക് 10 വയസ്സുള്ള സമയത്ത് ഇവളുടെ അമ്മ ഇവിടെ ഉപേക്ഷിച്ചു പോയി, ഇനി കൂട്ടാൻ വരാൻ പോകുന്നൊന്നുമില്ല എന്ന് റാണി പറയാണ്. ഒന്ന് പോയുടെ ചെറുക്ക അവിടുന്ന്, തീർച്ചയായിട്ടും എന്റെ അമ്മ എന്നെ കൂട്ടാൻ വന്നിരിക്കും, വന്നത് തന്നെ. എന്തായാലും ഇതേ സമയത്ത് ഹക്കി ഉണ്ടല്ലോ, ഇവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു പച്ച ഡോറ് കാണാണ്. ഇതെന്താണെന്ന് ചോദിച്ചപ്പോൾ റാണി പതിയെ ഹക്കി അവിടെ കൂട്ടിക്കൊണ്ടുപോയിട്ട് ഈ ഒരു ഡോറിന്റെ കഥ പറഞ്ഞു കൊടുക്കുകയാണ്. കുറച്ചധികം വർഷങ്ങൾക്ക് മുന്നേ ഈ അനാഥാലയത്തിൽ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, മീര എന്നാണ് ആ സ്ത്രീയുടെ പേര്. അവർക്കൊരു മകളും ഉണ്ടായിരുന്നു, മൂർണി എന്നാണ് ആ പെൺകുട്ടിയുടെ പേര്. ഒരു ദിവസം ഈ മീരയ്ക്ക് എന്തോ ഭ്രാന്ത് ഇളകിയതുപോലെ ഉറക്കനെ കരയാൻ തുടങ്ങി. മാത്രല്ല അവള് പറയാണ്, ഇവിടെ ഇടക്കിടക്ക് കാണാതാവുന്ന കുട്ടികളെ ചെകുത്താൻ കൊണ്ടായതാണെന്ന്. അങ്ങനെ അവൾക്ക് ഭ്രാന്ത് പോലെയായി. വല്ലാതെ വയലന്റ് ആയപ്പോ എല്ലാവരും കൂടി അവളൊരു മുറിയിൽ പൂട്ടിയിട്ടു. എന്നാൽ അധികം വൈകിയില്ല, ആ ഡോർ
ഡോറിൽ അവളുടെ തല തന്നെ തല്ലി അവസാനം ആ ഒരു മീര അവിടെ വെച്ച് മരണപ്പെട്ടു പോയി. ഇതിനുശേഷം മീരയുടെ മകൾ മോർണിയെ എല്ലാവരും തേടിയെങ്കിലും അവളെ ഇവിടെ നിന്നും കിട്ടിയില്ല. അങ്ങനെ റാണി ഓരോ കഥകള് നമ്മുടെ ഈ ഹക്കിക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇവനാകെ പേടിച്ചു പോയി കേട്ടോ. ഇതേ സമയത്ത് തന്നെ ജുവാൻ, ജിൻഡോ, റാം ഇവരുടെ ഭാര്യമാരും എല്ലാവരും കൂടി ചേർന്ന് ഇവിടുത്തെ പഴയ ആൽബങ്ങളും കാര്യങ്ങളൊക്കെ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഈ മോമിനെ കുറിച്ചും ഭാര്യയായിട്ടുള്ള സീറ്റയെ കുറിച്ചും പറയാണ്. ഇവർ ശരിക്കും ഈ ഒരു ഓർഫനേജിന് വേണ്ടിയിട്ട് ഒരു വലിയ ത്യാഗമാണ് ചെയ്യുന്നത്. ഇവരുടെ ഭാവി പോലും നോക്കാതെ ഇവിടുത്തെ കുട്ടികളെ നോക്കുകയാണിങ്ങനെ. അങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നതിന്റെ ഇടയിൽ ഇങ്ങോട്ടേക്ക് വന്ന ഹക്കി ഉണ്ടല്ലോ, ഈ കൂട്ടത്തിൽ ഒരു ആൽബം മാത്രം എടുക്കുകയാണ്. അവൻ അത് മറിച്ചു നോക്കുമ്പോൾ അതിലൊരു ഫോട്ടോയും കാണുന്നില്ല. ഇതെല്ലാം അത് ആ ഒരു ചിത്രം കാണാത്ത രീതിയിൽ തിരിച്ചു വെച്ചിരിക്കുകയാണ് ഉള്ളിലേക്ക്. അതിൽ നിന്നും ഒരു ഫോട്ടോ നമ്മുടെ ഹക്കി എടുക്കുകയാണ് കേട്ടോ. ആ ഫോട്ടോയിൽ ഒരു ചെറിയ പെൺകുട്ടിയും അവളുടെ അടുത്ത് നിൽക്കുന്ന ഒരു വലിയ സ്ത്രീയും, മറ്റാരുമല്ല മീര, അതുപോലെ തന്നെ മോർണി. ഇവർ രണ്ടുപേരെയാണത്. ഈ മോർണി ഇതുവരെയായിട്ടും കിട്ടിയിട്ടില്ല കേട്ടോ. കാണാതായിട്ട് ഒരുപാട് വർഷമായിട്ടുണ്ട്. മീരയാണെങ്കിൽ മരിച്ചു പോയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഹക്കി ഉണ്ടല്ലോ അച്ഛനായിട്ടുള്ള ജുവാനോട് ചോദിക്കുകയാണ്, അച്ഛാ ഇങ്ങനെയൊക്കെ ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. മീര ഉണ്ടല്ലോ അവരുടെ തല ആ ഒരു ഡോറിൽ തല്ലിയാണ് മരിച്ചത് എന്നൊക്കെ. ഇത് കേട്ടപ്പോ ജുവാന് ദേഷ്യം വരികയാണ്. നിന്നോട് ആരാണ് ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞത്? അങ്ങനെയൊന്നും അല്ല മോനെ, അവൾക്ക് ചെറിയ എന്തൊക്കെയോ അസുഖങ്ങൾ ഉണ്ടായിരുന്നു. അവൾ ആ ഒരു മുറിയിൽ പൂട്ടിയിട്ടു. ആ അസുഖം കാരണമാണ് മീര മരിച്ചു പോയത്, അല്ലാതെ വേറൊന്നുമല്ല. നിന്നോട് ആരാണ് ഈ കഥയൊക്കെ പറഞ്ഞതെന്ന് ഈ ജുവാൻ ചോദിക്കുമ്പോൾ ഇപ്പൊ ഹക്കി പറയാണ്, അത് പിന്നെ ആ ഒരു റാണി ചേച്ചി ഉണ്ടല്ലോ അവരാണ്. വെറുതെ ആവശ്യമില്ലാത്ത കഥയൊന്നും നമുക്ക് കേൾക്കാൻ നിൽക്കണ്ട കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവര് 3 പേര്, ജുവാന്, ജിൻഡോ, റാം 3 പേരും പുറത്തേക്ക് പോയിട്ട് ഭയങ്കര സങ്കടത്തോടു കൂടി സംസാരിക്കുകയാണ്. അതായത് ബാദി അപ്പൂപ്പിനിപ്പോ തീരെ വയ്യാതായിട്ടുണ്ട്. അദ്ദേഹം മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും ഈ ഓർഫനേജിന്റെ അവസ്ഥ? ഇവിടുത്തെ കുട്ടികളൊക്കെ എന്ത് ചെയ്യും? അങ്ങനെ ആ ഒരു ഭയങ്കര വിഷമത്തിൽ ഇവരങ്ങനെ സംസാരിക്കുമ്പോൾ ജുവാൻ പെട്ടെന്ന് അവന്റെ കാറിൽ ഒരു കാര്യം കാണുകയാണ്. അതായത് ചെറിയൊരു ആക്സിഡന്റ് ഉണ്ടായല്ലോ, കാറിൽ അതിന്റെ ചെറിയൊരു പാടുണ്ടായി. ആ ഭാഗത്തേക്ക് അവൻ നോക്കുമ്പോൾ ഒരു മാനിന്റേതായിട്ടുള്ള രോമങ്ങളെല്ലാം അവന് കാണാൻ കഴിയുന്നത്. ഒരു ഇച്ചിരി രക്തം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ജിൻഡോയോട് നിർത്തിയിട്ട് റാമിനെയും കൂട്ടി ഈ അപകടം നടന്ന സ്ഥലത്തേക്ക് ഇപ്പൊ ജുവാൻ ചെല്ലുകയാണ്. എന്നിട്ട് ആ ഒരു അപകടം നടന്ന സ്ഥലത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ഇതുപോലെ ഒരു മാൻ ചത്ത് കിടക്കുന്ന കാണുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ ഒരു പെൺകുട്ടിയുടെ മൃതശരീരവും കാണുകയാണ്. ഇത് കണ്ടപ്പോൾ റാം അതുപോലെ തന്നെ ജുവാൻ രണ്ടുപേരും ഞെട്ടിപ്പോകുന്നുണ്ട്. ഇനിയിപ്പോ നേരത്തെ ഉണ്ടായിരുന്ന അപകടത്തിലാണോ ഈ ഒരു പെൺകുട്ടിയും മരിച്ചത്? എന്തായാലും ഇത് ഇവർക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നില്ല. എന്നാൽ ഇവർ മിസ്റ്റീരിയസ് ആയിട്ടുള്ള മറ്റൊരു കാഴ്ച അവിടെ കാണുകയാണ്. അവിടെ ഉണ്ടായിരുന്ന ഒരു ചോളത്തോട്ടുണ്ടല്ലോ, ഇതിന്റെ ഇടയിലായിട്ട് ഒരു ബസ് അങ്ങനെ നിർത്തിയിട്ട് വെച്ചിരിക്കുകയാണ്. ആ ബസ് മറ്റേതുമല്ല, ഈ ഓർഫനേജിൽ നിന്നും ടൂറിനായിട്ട് കുട്ടികളെയും കൊണ്ട് ഒരു ബസ് പോയി എന്ന് പറഞ്ഞില്ലേ, അതേ ബസ് തന്നെയായിരുന്നു ഇത്. ഇപ്പൊ ചെറിയൊരു ഭയത്തോട് കൂടിയിട്ട് ജുവാനും റാമും അതിന്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ അതിന്റെ ഉള്ളിൽ കണ്ട ആ ഒരു കാഴ്ച ശരിക്കും രണ്ടുപേരും ഞെട്ടിത്തരിച്ചു പോയി. അവിടുന്ന് ടൂർ വന്ന എല്ലാ കുട്ടികളും കാഴ്ചകൾ വ്യക്തമായിട്ട് കാണിക്കാൻ കഴിയില്ല. ഒന്നില്ലെങ്കിൽ ബ്ലറാക്കിയിട്ട് അല്ലെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട്. എന്തായാലും ഈ കുട്ടികൾ അതിക്രൂരമായിട്ട് അതിന്റെ ഉള്ളിൽ മരണപ്പെട്ട് കിടക്കുകയാണ്. ചില കുട്ടികളുടെ കണ്ണിൽ നിന്നും പഴുതാരകള്, പ്രാണികള് ഇതെല്ലാം പുറത്തു വരികയാണ്. ഈ കുട്ടികളുടെ ശരീരം അങ്ങോട്ടും ഇങ്ങോട്ടും പറിച്ച് മാന്തിയ അവസ്ഥയിലൊക്കെയാണ് ഉള്ളത്. എന്തായാലും പേടിച്ചു പോയി ഇവർ രണ്ടുപേരും ബസിന്റെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. നമുക്ക് വേഗം പോയിട്ട് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്താലേ എന്ന് വരെ ജുവാൻ ചോദിക്കുന്നുണ്ട്. എന്നാൽ റാം പറയണം, നീ അവിടെ നിൽക്ക്, കാരണം ഒരു 3 മണിക്കൂറെങ്കിലും ഇവിടുന്ന് പോകണം അടുത്തുള്ള ഒരു സ്റ്റേഷനിലേക്ക്. എന്തായാലും അവിടെ വീണെടുക്കുന്ന ഒരു പെൺകുട്ടി ഉണ്ടല്ലോ, അവളുടെ ബോഡി എടുത്ത് നമുക്കൊന്ന് വണ്ടിയിൽ വെക്കാം, കാരണം അവൾ മരിച്ചോ ഇല്ലയോ എന്ന് വരെ ഇവർക്ക് ഇപ്പൊ കൺഫേം ആയിട്ട് മനസ്സിലാവുന്നില്ല. എന്തായാലും ആ പെൺകുട്ടിയുടെ ബോഡി എടുത്തുകൊണ്ട് ഇവര് നേരെ ഓർഫനേജിലേക്ക് പോവാണ്. ഇതേ സമയത്ത് തന്നെ ഓർഫനേജിൽ കാണിക്കുകയാണ് എല്ലാവരും അവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജുവാന്റെ ഭാര്യ മഹി അവരൊക്കെ ഭക്ഷണം കഴിക്കുന്നുണ്ട്. എന്നാൽ ഈ റാമിന്റെ ഭാര്യ ഉണ്ടല്ലോ റീന ഭയങ്കര മെലിഞ്ഞിട്ടുള്ള ഒരു പെണ്ണാണ്. അവൾ ഈ ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല. ഇതെന്താ ഡയറ്റാണോ എന്നൊക്കെ മഹി ചോദിക്കുമ്പോൾ അവളൊന്നും പറയുന്നൊന്നുമില്ല. അതുപോലെ തന്നെ ജിൻഡോ അവിടെ ഉണ്ട്, ജിൻഡോയുടെ ഭാര്യയായിട്ടുള്ള ജോസി അവിടെ ഉണ്ട്. എന്നാൽ ഈ ജോസി ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ കൈയൊക്കെ ഭയങ്കരമായിട്ട് ക്ലീൻ ആക്കുകയാണ്. അപ്പൊ ഇതെന്താ കാര്യം എന്ന് ജിൻഡോ പറഞ്ഞു കൊടുക്കുകയാണ്. കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഒരു പ്രാണി അവളെ അറ്റാക്ക് ചെയ്തു, ഒരു പഴുതാര. എന്നാൽ അതിന്റെ ശേഷമാണ് ഇങ്ങനെയുള്ള ഈ വൃത്തി അതുപോലെ തന്നെ എല്ലാത്തിനോട് അറപ്പ് ഇവക്ക് തോന്നാൻ തുടങ്ങിയത്. ഇപ്പൊ മറ്റൊരു ഭാഗത്ത് കുട്ടികൾ ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലോ. ഇതിന്റെ ഇടയിൽ ഇവിടെ തന്നെയുള്ള ആ ഒരു റാണി പെണ്ണുണ്ടല്ലോ, റാണിയോട് ഹക്കി പറയാണ്, റാണി ചേച്ചി നിങ്ങൾ പറഞ്ഞ ആ ഒരു മീര അതുപോലെ തന്നെ മോർണി അവരുടെ രണ്ടുപേരുടെയും ഫോട്ടോ ഞാൻ ആ ആൽബത്തിൽ കണ്ടു. ഇപ്പോ ഈ റാണി ഹക്കിയോട് ചോദിക്കാണ്, അല്ല നിനക്ക് ഈ മീരയെ കാണാനായിട്ട് അത്രക്ക് താല്പര്യം തോന്നുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ അവരുടെ വീഡിയോ എന്റെ കയ്യിലുണ്ട്, ഞാൻ നിനക്കത് കാണിച്ചു തരാം. ഭക്ഷണം എല്ലാം കഴിച്ചു കേട്ടെ, എല്ലാവരും ഉറങ്ങട്ടെ, എന്നിട്ട് കാണിച്ചു തരാന്ന് പറയാണ്. ഇതേ സമയത്ത് തന്നെ കിച്ചണിൽ കാണിക്കാണ്. അവിടെ ഇപ്പോ ഈ മോമനും ഭാര്യയായിട്ടുള്ള സീറ്റി ഉണ്ട്. സീറ്റി പറയുന്നുണ്ട്, നിങ്ങൾ വെറുതെ ദേഷ്യമൊന്നും കാണിക്കരുത് കേട്ടോ, നല്ല ക്ഷമ കാണിക്കണം. അവരധികം വൈകാതെ ഇവിടുന്ന് പോകുമല്ലോ. എന്തുകൊണ്ട് അവളിങ്ങനെ പറഞ്ഞതെന്നൊന്നും അറിയില്ല. ഇതേ സമയത്ത് അടുക്കളയിലേക്ക് നമ്മുടെ ചെറിയ ചെറുക്കൻ ഹക്കി വരികയാണ്. അവനിപ്പോ സീറ്റിയുടെ മുഖത്ത് നോക്കിയിട്ട്, ചേച്ചി ഒന്നും തോന്നരുത്, ഉള്ളിലുള്ള ആ ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിക്കുകയാണ്, ചേച്ചിയുടെ മുഖത്ത് ശരിക്കും എന്താ പറ്റിയത്? ഇപ്പൊ സീറ്റി ദേഷ്യമൊന്നും പെടാതെ അവിടെ ഇരുന്നുകൊണ്ട് ഹക്കിയോട് പറയണം, മോനെ അത് ചെറുപ്പത്തിലെ ആന്റി ഉണ്ടല്ലോ ചൂടുവെള്ളം പാത്രത്തിൽ കൊണ്ടുപോകുമ്പോൾ കാല് തെന്നിയതാണ്, എല്ലാം കൂടെ മുഖത്തേക്ക് വീണു, അങ്ങനെയാ പൊള്ളിയത്. ഇതേ സമയത്ത് തന്നെ ഹക്കി പറയാണ്, ചേച്ചി ഒന്നും തോന്നരുത് കേട്ടോ, ഇത് അറിയാനുള്ള ആഗ്രഹം കൊണ്ട് ചോദിച്ചാണ്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ചേച്ചി നല്ല സുന്ദരിയാണ് കേട്ടോ. ഇതും പറഞ്ഞ് സീറ്റിയുടെ മുഖത്ത് ഒരു ഉമ്മയും കൊടുത്തിട്ടാണ് അവൻ അവിടെ നിന്ന് പോകുന്നത്. ഭയങ്കര ക്യൂട്ടായിട്ട്. ഇപ്പൊ മോമിനും സീറ്റിക്കും അവന് ഭയങ്കരമായിട്ട് ഇഷ്ടാവുകയാണ്. അതുപോലെ എല്ലാവരും ഉറങ്ങി കഴിഞ്ഞ സമയത്ത് റാണി ഉണ്ടല്ലോ ഹക്കിയോട് പറഞ്ഞതുപോലെ തന്നെ മീരയുടെ ആ ഒരു പഴയ വീഡിയോകള് ഈ ഹക്കിക്ക് കാണിച്ചു കൊടുക്കുകയാണ്. വല്ലാതൊരു വിരൂപമായിട്ടുള്ള നടത്തൊക്കെയായിരുന്നു, സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു നടത്തം. എല്ലാ കുട്ടികൾക്കും മീരയെ പേടിയായിരുന്നു. അങ്ങനെയുള്ള ഓരോ വീഡിയോകള് ശരിക്കും കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഈ റാണിയായിട്ട് തന്നെ ആ ഒരു കേസറ്റ് ഓഫ് ആക്കി വെക്കുകയാണ്. ഇതിൽ കൂടുതൽ നീ കണ്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി നീ ഉറങ്ങലുണ്ടാവില്ല. ഇതേ
ഇതേ സമയത്ത് തന്നെ ജുവാനും റാമും കൂടെ ആ ഒരു ബോഡിയുമായിട്ട് ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ജിൻഡോയെ വിളിക്കാണ്, കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാണ്, ആ ബോഡിയും കാണിക്കുന്നുണ്ട്. ബേസിക്കലി ജിൻഡോ നല്ല പേടിയുള്ള ആളാണ്, അവൻ നന്നായിട്ട് വിറച്ചു പോകുന്നുണ്ട്. പിന്നെ ഈ കഥകളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണമല്ലോ എന്ന് ഇവർ ഈ സംസാരിക്കുന്ന കാര്യം കുശു കുശു എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ജുവാന്റെ ഭാര്യയായിട്ടുള്ള മഹി ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. ഇവരെന്ത് ഇരട്ടത് ചെയ്യുന്നതെന്നൊക്കെ. എന്തായാലും ഇവർ 3 പേര് നന്നായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇനി അടുത്ത സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യേണ്ടത്? സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലൈന്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പൊ ആ ഒരു കാര്യം ജിൻഡോ ആയിട്ട് തന്നെ ഏറ്റെടുക്കാണ്. നിങ്ങളൊരു കാര്യം ചെയ്യും, ഇവിടെ കുട്ടികളുടെ കൂടെയും അതുപോലെ തന്നെ നമ്മുടെ ഭാര്യമാരുടെ കൂടെയും നിൽക്ക്, ഞാൻ പോയിട്ട് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തിട്ട് വരാന്ന് പറയാണ്. അങ്ങനെ ജിൻഡോ ഒറ്റയ്ക്ക് സ്റ്റേഷനിലേക്ക് പോവാണ്. ഇതേ സമയത്ത് നമ്മുടെ പിള്ളേര് അതുപോലെ തന്നെ ഹസ്ബി, റാണി ഇവരിങ്ങനെ ഓരോ കാര്യങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ ഓർഫനേജിലെ കുട്ടികൾക്ക് കളിക്കാനായിട്ട് ഉണ്ടാക്കി വെച്ച ആ ഒരു ചെസ് ബോർഡും ബാക്കിയുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതിലൊക്കെ ആകെ ഒരു പൊടി പോലെ. ഇതൊന്നും ആരും ഉപയോഗിക്കാറില്ല, ഇങ്ങോട്ടേക്കൊന്നും ആരും വരാറില്ല എന്നിപ്പോ നമ്മുടെ ഹക്കി ചോദിക്കുമ്പോൾ റാണി പറയാണ്, എല്ലാവർക്കും രാത്രിയാകുമ്പോൾ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇങ്ങോട്ടേക്ക് വരാനൊക്കെ ഭയങ്കര പേടിയാണ്, മറ്റെന്തോ ഒരു ശക്തി ഇവിടെ ഉള്ളതുപോലെ എല്ലാവർക്കും തോന്നാറുണ്ട്. അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഈ റാണി നമ്മുടെ ഹക്കി എങ്ങനെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവൾ എന്തിനാ അങ്ങനെ ചെയ്യുന്നതെന്ന് അറിയില്ല. ഇപ്പൊ മറ്റൊരു ഭാഗത്ത് ഈ ജിൻഡോ ഉണ്ടല്ലോ, പോലീസ് സ്റ്റേഷനിലേക്ക് കേസ് കൊടുക്കാനായിട്ട് പോയില്ലേ. എന്നാൽ പോകുന്ന വഴിയിൽ ഈ ബസ്, അതായത് കുട്ടികൾ മരണപ്പെട്ട് കിടക്കുന്ന ആ ഒരു ബസ് അവൻ കാണുന്നുണ്ട്. അവിടെ തന്നെയാണ് നമ്പർ 81 കിലോമീറ്റർ രേഖപ്പെടുത്തിയായിട്ടുള്ള ആ ഒരു മയിൽക്കുറ്റി ഉള്ളത്. ആ ഒരു കാര്യം നിങ്ങൾ മൈൻഡിൽ വെച്ചോട്ടോ, 81 കിലോമീറ്റർ അത് രേഖപ്പെടുത്തിയ മയിൽക്കുറ്റി. എന്തായാലും ഇവിടെയാണ് ആ ഒരു ബസ് ഉള്ളത്. അതിന്റെ ഉള്ളിലേക്ക് ഈ ജിൻഡോ കയറി നോക്കുന്ന സമയത്ത് അവനും ഈ ഒരു കാഴ്ച കണ്ട് വല്ലാതെ ഞെട്ടുന്നുണ്ട്. എന്നാൽ ഈ കുട്ടികൾ മുഴുവൻ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതെന്തൊക്കെയാണെന്ന് ഈ ജിൻഡോയ്ക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. ഇതേ സമയത്ത് തന്നെ ഈ ബസിന്റെ ചില്ലിലൂടെ പുറത്തേക്ക് നോക്കിയ സമയത്ത് പുറത്താതാ നീണ്ട ഒരു കറുത്ത രൂപത്തെ അവൻ കാണുകയാണ്. അവൻ വല്ലാതെ പേടിച്ചുപോയി. അതുപോലെ തന്നെ പിറകിലേക്ക് നടന്ന സമയത്ത് അവിടെ ഒരു മുട്ടയുണ്ടായിരുന്നു. ആ മുട്ടയിലും അവൻ അറിയാതെ ചവിട്ടി പോകുന്നുണ്ട്. എന്നാൽ ആ മുട്ട പൊട്ടിയ സമയത്ത് ഇതിന്റെ ഉള്ളിൽ നിന്ന് വന്നത് ഒരുപാട് ക്ഷുദ്രജീവികളും അതുപോലെ തന്നെ പ്രാണികളായിരുന്നു. അധികം വൈകിയില്ല ഈ ബസിന്റെ ഉള്ളിൽ വെച്ച് അതിക്രൂരമായിട്ട് തന്നെ ജിൻഡോയും മരണപ്പെട്ടു പോവാണ്. ഈ മരണപ്പെട്ട അതേ സമയത്ത് തന്നെ ഓർഫനേജിൽ കാണിക്കുന്നുണ്ട്, അവിടെ ഉണ്ടായിരുന്ന പൈപ്പിന്റെ ഉള്ളിലൂടെ രക്തമാണ് താഴേക്ക് വരുന്നത്. അതുപോലെ തന്നെ ചത്തുപോയ ഒരു കാക്ക ഇവരുടെ ആ ഒരു ജനലിന്റെ ഭാഗത്തേക്ക് വന്ന് വീഴാണ്. അതായത് എന്തോ ഒന്ന് ഇവിടെ സംഭവിക്കാൻ വേണ്ടി പോവാണ്. അധികം വൈകിയില്ല, വളരെയധികം മൃഗീയമായിട്ടുള്ള ഒരു കാര്യം ഇവിടെ സംഭവിക്കാൻ വേണ്ടി പോവാണ്. അതായത് 3 പേരിൽ ഒരാളായിട്ടുള്ള റാം, അവന്റെ ഭാര്യ റീന കുറച്ചധികം മെല്ലിച്ചിട്ടുള്ള ഒരാളാണല്ലോ. അപ്പോൾ അവളൊന്ന് റൊമാൻറ്റിക്കാതെ നോക്കുന്ന സമയത്ത് റാം ആണെങ്കിൽ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ ആലോചിച്ച് അതിന്റെ ആ ഒരു ടെൻഷനിലാണ്. അപ്പൊ ഈ റീനയുടെ ഉള്ളിൽ എപ്പോഴും ഒരു കോംപ്ലക്സ് ഉണ്ട്. അവളിങ്ങനെ മെല്ലിച്ചത് കൊണ്ട് തന്നെ ഇവൻ എന്തോ അവളോട് താല്പര്യം ഇല്ലാത്ത പോലെ എന്നൊക്കെ. അപ്പോൾ അതിനെക്കുറിച്ച് ഓരോന്ന് പറഞ്ഞിട്ട് അവൾ അവിടുന്ന് പോവാണ്. എന്നാൽ ഇതിലൊന്നും നമ്മുടെ റാം ശ്രദ്ധിക്കുന്നേ ഇല്ല, കാരണം അവന്റെ ചിന്ത മുഴുവൻ മറ്റേ കാര്യത്തിലാണ്. ഇപ്പൊ ഈ റീന നേരെ കണ്ണാടിയുടെ മുന്നിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. അവൾക്ക് എന്തൊക്കെയൊക്കെയോ തോന്നുകയാണ്, കത്തി കൊണ്ട് ശരീരത്തിന്റെ പല ഭാഗങ്ങളും മുറിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ നല്ല ഷേപ്പായിട്ട് വരികയായിരിക്കും എന്ന് കരുതി ഇവള് ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളായിട്ട് ഇറച്ചിയായിട്ട് പിടിച്ച് ഇങ്ങനെ അർത്ഥം മുറിച്ചെടുക്കാൻ തുടങ്ങുകയാണ്. എന്നാൽ അതിന്റെ വേദനയൊന്നും അവൾ അറിയുന്നില്ല. ഇപ്പൊ മറ്റൊരു മുറിയിൽ ജിൻഡോയുടെ ഭാര്യ, അതായത് ജോസി, നല്ല വൃത്തിക്കാരിയാണ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. അവർ ഉറങ്ങുന്ന സമയത്ത് അവരുടെ ദേഹത്തേക്ക് ഈ പഴുതാരി ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു 3-4 വീഴുന്നുണ്ട്. പതിയെ പതിയെ അത് അവരുടെ ശരീരത്തിന്റെ ഉള്ളിലേക്ക് കടന്നു പോവാണ്. തൊണ്ടയിൽ കുടുങ്ങി നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് ഉറക്കത്തുനിന്ന് ഞെട്ടിയ ജോസി അവൾ സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും സംസാരിക്കാൻ പറ്റുന്നില്ല. ഇതേ സമയത്ത് തന്നെ റീനയെ നോക്കുകയാണെങ്കിൽ അവൾ കണ്ണാടിയിലേക്ക് നോക്കി ഓരോ ഇറച്ചി മുറിച്ചെടുക്കുമ്പോഴും കണ്ണാടിയിൽ ആ ചോരയും കാര്യങ്ങളൊന്നും കാണുന്നില്ല. അവൾക്ക് നല്ല ഭംഗിയായിട്ട് തോന്നുകയാണ്. എന്നാൽ റിയൽ ലൈഫിൽ ബാക്കിയുള്ള ആൾക്കാർ കാണുന്ന സമയത്ത്, അതായത് അവളുടെ ഭർത്താവായിട്ടുള്ള റാം അവളെ കാണുന്ന സമയത്ത് രക്തത്തിൽ കുളിച്ചു നിൽക്കുന്ന റീനയെ കാണുന്നത്. ഈ സീനൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എനിക്ക് കാണിക്കാൻ പറ്റുമല്ലോ കേട്ടോ, അല്ലെങ്കിൽ ബ്ലർ ആക്കിയിട്ട്. ഇത് കണ്ട സമയത്ത് തന്നെ റാം അലറി വിളിക്കുകയാണ്. ജുവാന്റെ അടുത്ത് മഹിയോട് ഓടി വരാൻ വേണ്ടി പറയുന്നുണ്ട്. എന്നാൽ ജുവാനും മഹിയും ഇങ്ങോട്ടേക്ക് ഓടി വന്ന് നോക്കുന്ന സമയത്ത് ഇങ്ങോട്ടേക്ക് മറ്റൊരാൾ കൂടെ വരികയാണ്. ആരാണ്? ജോസി. അവൾക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല, തൊണ്ടയുടെ ഉള്ളിൽ ആ ഒരു പഴുതാരകൾ കയറിയിരിക്കുകയാണല്ലോ. ഈ സംസാരിക്കാൻ ശ്രമിക്കുന്നതിന്റെ ഇടയിൽ അവൾക്ക് ഛർദ്ദിക്കാൻ വരുന്നുണ്ട്. അവിടെ ഛർദ്ദിക്കുകയാണ്, ചോര, കട്ട ചോര ഛർദ്ദിക്കുകയാണ്. എന്തായാലും എല്ലാവരും കൂടെ കാറിലേക്ക് കയറുകയാണ്, നേരെ ഹോസ്പിറ്റലിലേക്ക് പോകണം. അപ്പൊ കുട്ടികളുടെ കാര്യം എന്തായാലും അവർ നോക്കിക്കോളും. അതായത് ഇവിടെ ജോലി ചെയ്യുന്ന മോമിനും സീറ്റിയും. അങ്ങനെ ഇവരെല്ലാവരും നേരെ ആശുപത്രിയിലേക്ക് വെച്ച് പിടിക്കുകയാണ്. എന്നാൽ ഇതേ സമയത്ത് തന്നെ ഓർഫനേജിന്റെ ഉള്ളിൽ ജുവാന്റെയും മഹിയുടെയും മകളുണ്ടല്ലോ, ആ മകൾ ഇപ്പോൾ ഉള്ളത് അവിടെ തന്നെ ഉണ്ടായിരുന്ന ആ ഹസ്ബി എന്ന് പറഞ്ഞ പയ്യന്റെ കൂടെയാണ്. ഇവർ രണ്ടുപേരും അവിടുത്തെ ഓരോ ഭാഗങ്ങൾ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇരുട്ടത്തായിട്ട് ഒരു എലിയെ ഈ ചെറുക്കൻ, അതായത് ഹസ്ബി, കാണുകയാണ്. അതിനുശേഷം അവന്റെ സ്വഭാവത്തിൽ കാര്യമായിട്ടുള്ള ഒരു മാറ്റം വരുന്നുണ്ട്. അവൻ അവിടെ ഉണ്ടായിരുന്ന ഗണ്ണെടുക്കുകയാണ്. ഇതിനെ വെടിവെച്ച് കൊല്ലാൻ നോക്കുമ്പോൾ ഈ ജുവാന്റെ മകള് പറയുന്നുണ്ട്, അതൊക്കെ ചെയ്യണോ? ഇപ്പൊ ഹസ്ബിക്ക് ദേഷ്യം വരികയാണ്. മര്യാദക്ക് ഇവിടുന്ന് പോയിക്കോ, എനിക്ക് ചെയ്യാൻ തോന്നുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യും, ചോദിക്കാൻ നീ ആരാടിയെന്ന്. ഒറ്റ അടിയും മറ്റേ അന്യന്റെ സ്വഭാവം മാറിയതുപോലെ. ഇപ്പൊ നമ്മുടെ ജുവാൻ, മഹി ഇവരെല്ലാവരും കൂടെ ആശുപത്രിയിലേക്ക് പോകാണല്ലോ. എന്നാൽ എത്ര മുന്നോട്ടേക്ക് പോയിട്ടും ഇവർക്ക് മുന്നോട്ടേക്ക് പോകാൻ കഴിയുന്നില്ല. അതായത് ഇതിങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇവര് വീണ്ടും ആ ഒരു മയിൽക്കുറ്റി ഉണ്ടല്ലോ, 81 അവിടെ തന്നെ വന്ന് നിൽക്കുകയാണ്. എന്തോ ഒരു ചുരുളിയിൽ പെട്ടതുപോലെ, പുറത്തേക്ക് കടക്കാൻ പറ്റാത്ത വല്ലാത്തൊരു ചുരുളി. ഇത് കണ്ട സമയത്ത് ചെറുപ്പത്തിലെ ഒരു കാര്യം പെട്ടെന്ന് ജുവാൻ ഓർമ്മ വരികയാണ്. റാമിനോട് ഈ ഒരു കാര്യം പറയുന്നുണ്ട്. റാമേ, നിനക്ക് ആ ഒരു കാര്യം ഓർമ്മയില്ലേ? എല്ലാത്തിനും കാരണക്കാരി അവളായിരിക്കും, ആ മീര. ഇവരിങ്ങനെ പറയുന്ന സമയത്ത് എന്തോ ഒന്ന് ഉണ്ടായിട്ടുണ്ടെന്ന് മഹി, ജോസി, റീന ഇവർക്ക് 3 പേർക്കും മനസ്സിലാവാണ്. എന്താണ് കാര്യം എന്ന് ഇവർ ചോദിക്കുന്ന സമയത്ത് ഇവർ 3 പേരുള്ള കാര്യം പറയാണ്. അവരുടെ ചെറിയ പ്രായത്തിൽ ഓർഫനേജിൽ നിൽക്കുമ്പോൾ ആ ഓർഫനേജിൽ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവരുടെ
അവളുടെ പേര് മീര എന്നാണ്. ഒരു ദിവസം ഈ മീരയുണ്ടല്ലോ ഒരു 3 കുട്ടികളെ ഒരു മുറിയിൽ പൂട്ടിയിട്ട് പച്ചയ്ക്ക് കത്തിച്ചു കളഞ്ഞു. അവൾക്കെന്തോ ബ്ലാക്ക് മാജിക്കോ മറ്റോ ചെയ്യാനെന്ന് പറഞ്ഞിട്ട്. ഇതെല്ലാം കണ്ടപ്പോ ഞങ്ങൾ എല്ലാവരും ആകെ പേടിച്ചുപോയി. ഞങ്ങൾ ഓടി രക്ഷപ്പെടാൻ നോക്കി. എന്നാൽ വീണ്ടും വീണ്ടും ഓടി അതേ സ്ഥലത്തേക്ക് തന്നെ എത്തുക എന്നല്ലാതെ അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞില്ലായിരുന്നു. എന്തായാലും പേടിച്ചു പോയി ഞങ്ങളെ അങ്ങോട്ടേക്ക് തിരിച്ചു കൂട്ടിക്കൊണ്ടുപോയത് ബാധിയായിരുന്നു. അങ്ങനെ ബാധിയും ഞങ്ങൾ 4 പേരും കൂടിയിട്ട് ഈ മീരെ ഒരു വിധത്തിൽ പിടിച്ച് ആ മുറിയുടെ ഉള്ളിൽ വെച്ച് ലോക്കാക്കി. അത് തുറന്നു കൊടുക്കാനായിട്ട് മീര ഒരുപാട് അലറി കരഞ്ഞു പറഞ്ഞെങ്കിലും ഞങ്ങളത് കേട്ടില്ല. ഞങ്ങൾക്ക് ഭയമായിരുന്നു. അങ്ങനെ അവസാനം മീര അവളുടെ തല തന്നെ ആ ഒരു വാതിൽ തല്ലി 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 പൊളിച്ച് അവൾ മരിച്ചുപോയി. ഇതിനുശേഷം എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് 4 പേർക്കും അറിയില്ലായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ സാറ് പറഞ്ഞതനുസരിച്ച് അവളെ ആ മുറിയിൽ തന്നെ ഞങ്ങൾ കുഴിച്ചു മൂടിയിട്ടിട്ടുണ്ടായിരുന്നു. ഇതല്ലാതെ ഞങ്ങളുടെ ബാദി സാറിനും അതുപോലെ തന്നെ ഞങ്ങൾക്കും വേറെ ഒരു വഴിയില്ലായിരുന്നു. അതായത് മരിച്ചുപോയ മീരയുടെ ആ ഒരു ഡെഡ് ബോഡി അതിപ്പോഴും ആ ഒരു ഓർഫനേജിൽ തന്നെയാണുള്ളത്. ഇപ്പൊ മഹി ചോദിക്കുകയാണ്, അപ്പൊ ആ ഒരു ബോഡി ഉള്ള സ്ഥലത്ത് അല്ലെങ്കിൽ ആ ഒരു ആത്മാവുള്ള സ്ഥലത്താണോ നമ്മുടെ കുട്ടികളെ ഇട്ടിട്ട് നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്? വേഗം അങ്ങോട്ട് തന്നെ പോട്ടെ എന്ന് പറയാണ്. ഇതേ സമയത്ത് ഈ ജുവാന്റെ മകളുണ്ടല്ലോ അതുപോലെ തന്നെ ഹസ്ബി, ഇവർ രണ്ടുപേരാണല്ലോ അവിടുത്തെ ഓരോ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ തന്നെ അവന്റെ സ്വഭാവത്തിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ശരിക്കുള്ള മാറ്റം വരാൻ തുടങ്ങിയത് ഇപ്പൊ മുതലാണ്. അതായത് അവന്റെ ശരീരം അവന്റെ ആ ഒരു കൈയുടെ കൺട്രോള് അത് അവന്റെ കയ്യിൽ നിന്നും പോവുകയാണ്. അതായത് അവൻ വിചാരിക്കാതെ തന്നെ അവന്റെ കൈ മുന്നോട്ടേക്ക് പോവാണ്. കയ്യിലേക്ക് ഒരു ഗണ്ണ് എടുക്കുന്നുണ്ട്. മാത്രമല്ല അവിടെ തന്നെ ഉണ്ടായിരുന്ന പുസ്തകങ്ങളിൽ സ്റ്റാപ്ലർ ചെയ്യുന്ന ആ ഒരു ചെറിയ ഒരു മെഷീനില്ലേ അതെടുത്തുകൊണ്ട് അവന്റെ ചുണ്ടിലേക്ക് അവൻ സ്വയം അടിക്കുകയാണ്. വേദന കൊണ്ട് അവൻ പൊളഞ്ഞു കളിക്കുന്ന സമയത്തും അവൻ തന്നെ മനഃപൂർവ്വം അവന്റെ കൈ കൊണ്ട് അവന്റെ ചുണ്ടിലേക്ക് സ്റ്റാപ്ലർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനർത്ഥം എന്താണ്? ഇവനെ കൊണ്ട് ആരൊരാള് ഇത് ചെയ്യിപ്പിക്കുകയാണ്, എന്തോ ഒരു മാജിക്കൽ പവർ പോലെ. എന്ന് ഇവിടെ നടക്കുന്ന ഈ കോലാഹലങ്ങള് ബഹളങ്ങള് ഇതൊന്നും അറിയാതെ നമ്മുടെ കുട്ടി ചേർക്കുന്നുണ്ടല്ലോ ഹക്കി, അവൻ ആ ഒരു കേസറ്റ് കാണാനുള്ള ഒരു ക്യൂരിയോസിറ്റി കാരണം അവൻ ഒറ്റയ്ക്ക് പോയിട്ട് മീരയുടെ ആ ഒരു വീഡിയോ അങ്ങനെ ഇരുന്ന് കാണുകയാണ്. കുറച്ചു നേരം മീരയുടെ സ്ട്രേഞ്ച് ആയിട്ടുള്ള ആ ഒരു നടത്തും അവളുടെ ആ ഒരു കാര്യങ്ങളൊക്കെ ആ ഒരു കേസറ്റിലൂടെ അവൻ അങ്ങനെ കാണുന്നുണ്ട്. എന്നാൽ അവനൊരു തോന്നല് ഇന്നത്തെ വിഷ്വൽസിനൊക്കെ എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ. പെട്ടെന്ന് ആ ഒരു വിഷ്വൽസ് ഒക്കെ ഒന്ന് മങ്ങി പോവാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഹക്കി ഇരിക്കുന്ന ആ ഒരു മുറി ഉണ്ടല്ലോ, അതേ മുറി തന്നെയാണ്. ഇപ്പൊ ആ ഒരു മുറിയുടെ ഒരു ഭാഗത്തായിട്ട് ഈ ആത്മാവ് മീരയുടെ ആത്മാവ് നിൽക്കുന്നതായിട്ടുള്ള വീഡിയോ വിഷ്വൽ ഇവൻ ആ ഒരു ടിവിയിലൂടെ കാണുന്നുണ്ട്. വല്ലാത്തൊരു ഭയം അവന്റെ ഉള്ളിലേക്ക് വരികയാണ്. നേരെ തിരിഞ്ഞ് നടന്നു പോകുന്നുണ്ട്. ആ ഇരുട്ടത്ത് ആരെങ്കിലും ഉണ്ടോ എന്ന് അവൻ നോക്കുകയാണ്. പ്രത്യേകിച്ച് ആരുമില്ല. അതുകൊണ്ട് തന്നെ വീണ്ടും വന്ന് ആ ഒരു വീഡിയോ ക്ലിപ്പ് അവൻ അങ്ങനെ കാണുന്ന സമയത്ത് പെട്ടെന്ന് അത് സ്റ്റക്ക് ആവുന്നുണ്ട്. മാത്രമല്ല ഇപ്പൊ ശരിക്കും അവനിരിക്കുന്ന ആ ഒരു മുറി ഉണ്ടല്ലോ ആ മുറിയുടെ അതേ വിഷ്വല് ആ മുറിയുടെ വരാന്തയിലൂടെ ആരോ ഇങ്ങോട്ടേക്ക് വരുന്നത് പോലെ അവന്റെ ഉള്ളിൽ വല്ലാത്ത ഭയം വന്ന് തിരിഞ്ഞു നോക്കി പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല. എന്നാൽ വീണ്ടും ടിവിയിലേക്ക് നോക്കുമ്പോൾ അതിന്റെ താഴ്ഭാഗത്തായിട്ട് 2 കാലുകൾ അവൻ കാണുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ പതിയെ പതിയെ മുകളിലേക്ക് നോക്കുമ്പോൾ ഈ ടിവിയുടെ മുകളിലായിട്ട് വല്ലാത്തൊരു രൂപത്തെ നമ്മുടെ ഈ ഹക്കി കാണുകയാണ്. പറയണ്ടല്ലോ പേടിച്ച് തരിച്ചു പോവാണ്. ഇറങ്ങി നിലവിളിച്ചുകൊണ്ട് ഓടുകയാണ്. ആ സമയത്താണ് ഹക്കി ഉണ്ടല്ലോ അവിടെ വീണ് കിടക്കുന്ന ഹസ്ബിയെ കാണുന്നത്. അവനാണെങ്കിൽ സ്വന്തം കൈ കൊണ്ട് ചുണ്ടിലേക്ക് സ്റ്റാപ്ലെയർ അടിച്ചടിച്ചടിച്ച് അതിന്റെ വേദനയിൽ ഈ മുറുമുറുക്ക മുരളിക്കുക എന്നൊക്കെ പറയല്ലേ, ശബ്ദം വരാത്ത രീതിയിലുള്ള കരച്ചിൽ അതുപോലെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ആ കരച്ചിൽ കേട്ട് ഹക്കി അങ്ങോട്ടേക്ക് കയറി ചെല്ലുകയാണ്. എന്നാൽ അടുത്ത നിമിഷം തന്നെ ഈ ഹസ്ബിയുടെ കൈകൾ വീണ്ടും അവന്റെ അല്ലെങ്കിൽ അവൻ വിചാരിക്കുന്ന പോലെ ചലിക്കാതെ മറ്റാരും അവന്റെ കൈകൾ കൺട്രോൾ ചെയ്യുകയാണ്. അവിടെ ഉണ്ടായിരുന്ന ഗണ്ണ് കയ്യിലേക്ക് എടുക്കുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ ഹക്കിയെ കൊച്ചു കുട്ടിയാണെന്ന് വരെ നോക്കാതെ അവന്റെ കാലിലേക്ക് ഷൂട്ട് ചെയ്യുന്നുണ്ട്. നിലത്ത് വീണ് അവൻ കരഞ്ഞോണ്ടിരിക്കുകയാണ്. എന്നെ കൊല്ലല്ലേ കൊല്ലേനെ പറഞ്ഞ് അവൻ ആകെ പേടിച്ചിട്ടുണ്ട്. ഇപ്പൊ അവന്റെ അടുത്തേക്ക് തന്നെ ആ ഒരു ഗണ്ണുമായിട്ട് ഹസ്ബി വരികയാണ്. നേരെ പോയിന്റ് ബ്ലാങ്കിൽ തലയുടെ അടുത്ത് ഗണ്ണ് വെച്ച് ഷൂട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. ഈ ഹസ്ബി ആണെങ്കിൽ പരമാവധി ആ ഒരു ഗണ്ണ് മാറ്റാൻ നോക്കുന്നുണ്ടെങ്കിലും അവന്റെ കൈകള് അവന് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. അവസാനം അത് പൊട്ടുമെന്ന് ഉറപ്പായപ്പോ എങ്ങനെയൊക്കെയോ ഒരു ബലം എടുത്തുകൊണ്ട് ഹസ്ബി ആ ഒരു തോക്കിനെ ഒന്ന് മാറ്റുകയാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ബുള്ളറ്റ് മറ്റൊരു ഭാഗത്തേക്ക് പോകുന്നുണ്ട്. ജസ്റ്റ് എസ്കേപ്പ് എന്ന് പറയാം. ഹക്കി താൽക്കാലികമായിട്ട് ഇവിടുന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല ഇതേ സമയത്ത് തന്നെ ജുവാനും മഹിയും എല്ലാവരും കൂടെ ഈ ഓർഫനേജിലേക്ക് തന്നെ തിരിച്ചു വന്നിട്ടുണ്ട്. ഇവർ ഓടി വന്ന് നോക്കുന്ന സമയത്ത് വലിയ 2 പിള്ളേരെ കാണുന്നുണ്ട്. എന്നാൽ ഹക്കിയെ കാണുന്നില്ല, ചെറിയ മോനെ. അതിന്റെ കൂടെ തന്നെ ഈ ഒരു ഓർഫനേജിൽ ഉണ്ടായിരുന്ന ഹസ്ബിയും കാണാനില്ല. എല്ലാവരും തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ ഈ മോമനും അതുപോലെ തന്നെ സീറ്റി അവരുടെ ഭാര്യയും കൂടെ അങ്ങോട്ടേക്ക് വന്നിട്ട് ഇവരോടും ചോദിക്കുന്നുണ്ട്. ഇവർക്കും അറിയില്ല. അതുപോലെ തന്നെ മോമനോട് ഒരു കാര്യം പറയാണ്, ഇവിടുന്ന് ട്രിപ്പായിട്ട് കുറച്ച് കുട്ടികൾ ബസ്സിൽ പോയില്ലേ, എല്ലാവരും മരണപ്പെട്ടു, ഇവിടെ കണ്ട കാര്യങ്ങളൊക്കെ പറയാണ്. ശരിക്കും ഈ ഒരു കാര്യം കേട്ട് മോമനും സീറ്റിയും ആകെ പേടിച്ച് ഭയന്നു പോകുന്നുണ്ട്. എന്തായാലും ഇതിനുശേഷം എല്ലാവരും കൂടെ വീണ്ടും നമ്മുടെ ഹക്കിയെ തേടി പോവാണ്. ഇതേ സമയത്ത് തന്നെ റാം ഉണ്ടല്ലോ ഇവന്റെ ഭാര്യ പുറത്തങ്ങനെ ആ ഒരു തോട്ടത്തിൽ നിൽക്കുന്നത് കണ്ടിട്ട് നേരെ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. അതായത് അവന്റെ ഭാര്യ റീനെ മനസ്സിലായില്ലേ, കണ്ണാടിയിൽ നോക്കിയിട്ട് സ്വന്തം ശരീരം മുറിച്ച ആളാണ്. ആ റീന് തന്നെ ആ തോട്ടത്തിലേക്ക് പോയിട്ട് അവിടുത്തെ മണ്ണിൽ നിന്നും ഈ പ്രാണികളെ വലിച്ചു വാരി തിന്നുകൊണ്ടിരിക്കുകയാണ്. കൂട്ടത്തിൽ മണ്ണ് വരെയുണ്ട്. ഇതെന്താ റീന നീ ചെയ്യുന്നതെന്ന് റാം ചോദിക്കുമ്പോൾ റാമിനെ നോക്കിക്കൊണ്ട് തന്നെ റീന അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് അവൾക്ക് സ്വബോധം വന്നത്. ഇതുപോലെ വായിലും കയ്യിലും പ്രാണികളെ കണ്ട സമയത്ത് അവൾക്ക് അറപ്പ് അതുപോലെ തന്നെ ഭയം എല്ലാം കൂടി ആയപ്പോ അവൾ നിലവിളിച്ച് കരയാണ്, ഞാൻ എന്താ ചെയ്തത്, എന്നെ വേഗം ആശുപത്രി കൊണ്ടുവന്നിട്ട് അവൾ അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ മകനെ തേടുന്നതിന്റെ ഇടയിൽ നമ്മുടെ മഹി ഉണ്ടല്ലോ, അതായത് ജുവാന്റെ ഭാര്യ, അവള് നേരെ പോയത് ഈ ബാദിയുടെ മുറിയിലേക്കാണ്. ഇപ്പോ ഇയാൾ കിടക്കുന്ന ആ ഒരു കട്ടിലിനടിയിൽ വെച്ച് എന്തോ ഒരു ശബ്ദം കേട്ടപ്പോ ആ ഭാഗത്തേക്ക് അവള് നോക്കുമ്പോൾ അവിടെ ഒരു ടൈൽ ഇളകി കിടക്കുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ ഒരു സെറ്റ് ഫോട്ടോസ് ഉണ്ടായിരുന്നു. എന്നാൽ ആ ഫോട്ടോ മഹി എടുക്കുന്ന സമയത്ത് ഈ ബാധ ഉണ്ടല്ലോ
വല്ലാത്ത ദേഷ്യത്തിൽ അവളോട് അതവിടെ വെക്കാൻ വേണ്ടി പറയുന്നുണ്ട്. എന്ന് ഇയാൾക്കാണെങ്കിൽ അവിടെ എഴുന്നേൽക്കാനും കഴിയില്ല, പ്രായത്തിന്റേതായ പ്രശ്നങ്ങളാണ്. എന്തായാലും ആ ഒരു ഫോട്ടോ നോക്കിയിട്ട് നമ്മുടെ മഹി ഇയാൾ പറയുന്നത്, അതായത് ബാദി പറയുന്ന ഒന്നും കേൾക്കാതെ പുറത്തേക്ക് വരികയാണ്. വരുന്ന സമയത്ത് അവള് കരയുന്നുണ്ടായിരുന്നു കേട്ടോ, കണ്ണിന്ന് വെള്ളം അങ്ങനെ ഒഴുകുകയാണ്. എന്താന്നല്ലേ ആ ഫോട്ടോയിൽ ഉണ്ടായിരുന്നത്, ഇവിടെ ഓരോ സമയത്തും ഉണ്ടായിരുന്ന കുട്ടികളെ സെക്ഷലി അബ്യൂസ് ചെയ്യുന്ന ഫോട്ടോസ് ആയിരുന്നു. ഈ ബാദി എന്ന് പറയുന്ന ആള് ഒരിക്കലും ഒരു നല്ല മനുഷ്യനല്ല, ബ്രൂട്ടൽ ആയിട്ടുള്ള ഒരു രാക്ഷസൻ തന്നെയാണ്. ഇയാള് സേവനം ചെയ്യാനൊന്നുമല്ല കുട്ടികളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത്, അബ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഉണ്ടായിരുന്ന ഒരുപാട് കുഞ്ഞുങ്ങളെ ഇയാൾ ഇതേ രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതിൽ തന്നെ ആ ഫോട്ടോയുടെ അവസാനം ഉണ്ടായിരുന്ന ആ ഒരു കുട്ടിയുടെ പേര്, അല്ലെങ്കിൽ ആ ഫോട്ടോയുടെ പിറകിൽ ഒരു പേരുണ്ടായിരുന്നു, സീറ്റി, അതായത് മോമന്റെ ഭാര്യ. ഇത് കണ്ടപ്പോ ഇവർക്ക് എന്തോ ചില സംശയങ്ങൾ തോന്നുകയാണ്. ഇപ്പൊ മഹി ചോദിക്കുകയാണ്, അല്ലെ ജുവാനെ, നിന്നെ ഇങ്ങോട്ടേക്ക് ഇൻവൈറ്റ് ചെയ്തത് ആരാണ്? ഈ മോമനും സീറ്റിയും തന്നെ. ഇതേ സമയത്താണ് റാം ഇങ്ങോട്ടേക്ക് ഓടി വരുന്നത്. ഭാര്യയാണെങ്കിൽ ഇതുപോലെ ഓരോന്ന് വാരി വലിച്ച് തിന്നിട്ടുണ്ട്, അവളെ വേഗം ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണം. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ റാമിനോടും ചോദിക്കുകയാണ്, നിന്നെ ഇങ്ങോട്ടേക്ക് ഇൻവൈറ്റ് ചെയ്തത് ആരാണ്? സെയിം ആൻസർ തന്നെ, മോമൻ, അതുപോലെ തന്നെ സീറ്റി. ഇവരാകെ ഷോക്കായി പോയി. ഇവരുടെ കൂടെ ചെറുപ്പത്തിൽ ഉണ്ടായിരുന്ന ഈ മോമൻ തന്നെയാണോ ഇവർക്കിട്ട് പണി തരാനായിട്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നേ? അങ്ങനെ മോമനോടുള്ള ആ ഒരു ദേഷ്യം കൊണ്ട് ജുവാന് അവൻ ഒരുപാട് അടിക്കുന്നുണ്ട്. എന്തിനാടാ ഞങ്ങളോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? നിന്റെ ഭാര്യയ്ക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് പ്രതികാരം ചെയ്യേണ്ടത് ആ ബാധിയോടല്ലേ, ഞങ്ങളോടാണോ? ഞങ്ങൾ എന്ത് ചെയ്തിട്ടാ? ഇതേ സമയത്ത് തന്നെ മോമൻ സീറ്റി അവിടെ ഇരിക്കുകയാണ്. സീറ്റി അവൾക്ക് അറിയാവുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് ഞങ്ങളുടെയൊക്കെ ചെറിയ പ്രായത്തിൽ ഇവിടെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നില്ലേ, മീര. ഒരിക്കലും അവളൊരു ദുർമന്ത്രവാദിയോ ബ്ലാക്ക് മാജിക് ചെയ്യുന്ന ആളോ ആയിരുന്നില്ല. ആ മീര ഞങ്ങൾ എല്ലാവരെയും ഇവിടുന്ന് രക്ഷപ്പെടുത്താനാണ് നോക്കിയത്. അതുപോലെ തന്നെ എന്റെ കാര്യം പറയുകയാണെങ്കിൽ മുഖത്തിന്റെ ഈ ഒരു ഭാഗം ആകെ പൊള്ളി നിൽക്കുന്നില്ലേ, ദിവസവും രാത്രി ആ ബാധി എന്റെ അടുത്തേക്ക് വരും, എന്നെ ഉപദ്രവിക്കും. അയാൾ എന്നെ തൊടുന്നത് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എന്റെ മുഖം വികൃതമാക്കാനാണ് ഞാൻ ചൂടുവെള്ളമെടുത്ത് എന്റെ മുഖത്തൊഴിച്ചത്. അതുപോലെ ഞങ്ങൾ ചെറിയ പ്രായത്തിലായിരിക്കുന്ന സമയത്ത് മീര എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്ത്രീ ഉണ്ടല്ലോ, പലപ്പോഴായിട്ട് ഇവിടുന്ന് കുട്ടികളെ രക്ഷപ്പെടുത്തി പുറത്തേക്ക് കൊണ്ടുപോകും. എന്ന് ഈ കാര്യം മറ്റാരും അറിയാതിരിക്കാനായിട്ട് ഈ മീര തന്നെ ഒരു ഭ്രാന്തിയായിട്ട് അഭിനയിച്ചു. മാത്രമല്ല ആ കുട്ടികളൊക്കെ ഇവിടുന്ന് കൊണ്ടുപോകുന്നത് ചെകുത്താന്മാരാണെന്നും പറയാൻ തുടങ്ങി. എന്നാൽ ഈ രഹസ്യം മനസ്സിലാക്കിയ ബാധയുണ്ടല്ലോ, അവളെ ഒരു മന്ത്രവാദിയാക്കി, ബ്ലാക്ക് മാജിക് എല്ലാം ചെയ്ത് കുട്ടികളെ നശിപ്പിക്കുന്ന ഒരു വൃത്തികെട്ട സ്ത്രീയാക്കി എല്ലാവരുടെയും മുന്നിൽ പ്രദർശിപ്പിച്ചു. എന്നിട്ട് ഇവിടെ ഉണ്ടായിരുന്ന കുട്ടികളെ കൊണ്ട് തന്നെ, അല്ലെങ്കിൽ അവരുപയോഗിച്ച് തന്നെ ഈ ബാധി ഒരു മുറിയിൽ കൊണ്ടുപോയിട്ട് മീരയെ പൂട്ടിയിട്ടു. അന്ന് ആ മുറിയിൽ പൂട്ടിയിടാനായിട്ട് ബാധിയെ സഹായിച്ചത് ഈ ജുവാൻ, ജിൻഡോ, റാം, ഇവര് 3 പേരുമാണ്. എന്തായാലും ആ ഒരു മുറിയിൽ ഇരുന്നു കൊണ്ട് തല തല്ലിക്കൊണ്ട് മീര മരിക്കാനുണ്ടായിരുന്നത്. അവളുടെ ആ ഒരു മൃതദേഹം പിന്നീട് കുഴിച്ചു മൂടിയതും ഈ 3 പേരുടെ സഹായത്തോടു കൂടി തന്നെയാണ്. ഇത്രയും കാര്യങ്ങൾ മാത്രമേ എനിക്കും എന്റെ ഹസ്ബൻഡിനും അറിയുള്ളൂ. ഇതിൽ കൂടുതലായിട്ട് ഇവിടെ നടക്കുന്നതിനെ കുറിച്ച് ഞങ്ങൾക്കൊന്നും അറിയില്ല എന്ന് തന്നെ ഇപ്പൊ സീറ്റി പറയാണ്. അതുപോലെ ജുവാൻ, ജിൻഡോ, റാം, ഇവര് 3 പേര് ചെറുപ്പത്തിൽ അവർ ചെയ്ത കാര്യം അതെന്താണെന്ന് പോലും മനസ്സിലാക്കാതെയാണ്. അവർക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെയൊക്കെ ഒരു സംഭവം ഇതിന്റെ പിന്നിലുണ്ട് എന്നുള്ളത്. ഇപ്പൊ ഇവര് നിൽക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് ചോരയിൽ കുളിച്ചുകൊണ്ടൊരു പെൺകുട്ടി വരികയാണ്. ആ പെൺകുട്ടി മറ്റാരുമല്ല, നമ്മുടെ ജുവാന്റെ കാർ തട്ടി തെറിച്ചു പോയി എന്ന് കരുതി ആ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ, ആ പെൺകുട്ടിയെ ഡിക്കിയിലേക്ക് എടുത്തിട്ടില്ലേ, മരിച്ചെന്ന് ഉറപ്പില്ലാത്തതുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്, അതേ പെൺകുട്ടി തന്നെ. അവൾ മരിച്ചിട്ടില്ലായിരുന്നു. ഇപ്പൊ അവൾ അങ്ങോട്ടേക്ക് വന്നിട്ട് ഇവരോട് ഒരു കാര്യം പറയാണ്, ഞാനും ആ ഒരു ബസ്സിൽ ഉണ്ടായിരുന്നതാണ്. പെട്ടെന്ന് ആ ഒരു ബസ്, അതിന്റെ ആ ഒരു ഡ്രൈവർ കാട്ടിന്റെ ഉള്ളിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു പാടത്തിലേക്ക് ഈ ഒരു ബസ് കയറ്റിയിട്ടു. ഇതിനുശേഷം കുട്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തല തല്ലി മരിക്കാൻ തുടങ്ങി. ഞാൻ ആകെ ഭയന്നുപോയി. ഞാൻ ആ ഒരു ബസ്സിൽ നിന്ന് ഇറങ്ങി ഓടുന്ന സമയത്താണ് ഈ കാറ്, നിങ്ങളുടെ കാറ് എന്റെ ദേഹത്ത് തട്ടിയത്. അതായത് ആ ബസ്സിലെ കുട്ടികളെല്ലാവരും മരിച്ച കാര്യം നേരിട്ട് കണ്ട ആളാണ് ഇപ്പൊ വന്ന ഈ ഒരു പെൺകുട്ടി. ഇത്രയും ദയയില്ലാതെ ഇവരോടൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് ഒരാത്മാവായിരിക്കോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആയിരിക്കോ? ഇപ്പൊ നമ്മുടെ ഈ ജോഹാനുണ്ടല്ലോ, ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ്. ഇതിനെല്ലാത്തിനും കാരണക്കാരൻ ആ കിഴവനാണ്, കാമഭ്രാന്ത് പിടിച്ച ആ ഒരു കിഴവന്. ഇപ്പൊ നമ്മുടെ ജുവാൻ നേരെ ഇയാളുടെ പുറത്ത് കയറിയിരിക്കുകയാണ്, കഴുത്ത് പിടിച്ച് ഞെരിക്കുന്നുണ്ട്. കള്ളപ്പന്ന നാറിക്കിളവ, ഞങ്ങളൊക്കെ കരുതിയത് നിങ്ങൾ എന്തൊരു നല്ല മനുഷ്യനാണ്, ദൈവത്തെ പോലെയാണ് നിങ്ങളെ ഞങ്ങൾ കണ്ടിരുന്നത്, എന്ന് ഇങ്ങനെ ഒരു വൃത്തികെട്ട ചെകുത്താന്റെ മുഖം നിങ്ങൾക്കുണ്ടായിരുന്നു എന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു. ഇതും പറഞ്ഞുകൊണ്ട് ഇയാൾക്കിട്ട് കണക്കിന് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇവരിവിടെ വെച്ച് അനുഭവിക്കുന്നതിന് എല്ലാത്തിനും കാരണം ഇയാളാണല്ലോ. ഇപ്പൊ അങ്ങോട്ടേക്ക് വന്ന മഹി ജുവാനെ പിടിച്ചു മാറ്റിയിട്ട് പറയാണ്, ഈ നികൃഷ്ട ജീവിയുടെ ദേഹത്ത് നീ കൈവെക്കണ്ട, ചാവട്ടെ, ഇവിടെ കിടന്ന് പുഴുത്തു നാറി ചാവട്ടെ. ഇതും പറഞ്ഞിട്ട് മഹി ഇപ്പൊ ജുവാനെയും കൂട്ടി പുറത്തേക്ക് വരികയാണ്, നമുക്ക് ഹക്കിയെ തേടി പോകാന്ന് പറയാണ്. ഇതേ സമയത്ത് തന്നെ അതിന്റെ ആ ഒരു നിലത്ത് വെച്ചിട്ട് ഒരു പഴയ ഫോട്ടോ ജുവാന് കിട്ടുന്നുണ്ട്. ആ ഫോട്ടോയിൽ മീരയുടെ ഫോട്ടോ ആയിരുന്നു. ഈ മീരയുടെ അടുത്ത് തന്നെ ഒരു ചെറിയ കുഞ്ഞും ഉണ്ടായിരുന്നു. അത് ആ മീരയുടെ മകളായിരുന്നു, മൂർണി ചെറിയ പ്രായത്തിൽ കാണാതായതാണ്. പക്ഷെ ഇതുവരെയായിട്ട് മൂർണിയെ കിട്ടിയിട്ടുമില്ല. ആ ഒരു സംശയം, അല്ലെങ്കിൽ ആ ഒരു കാര്യം ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് നമ്മുടെ ഹസ്ബി ഉണ്ടല്ലോ, ഹക്കിയുമായിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നത്. ഹക്കി ചെറിയ പയ്യനാണ്, അവന്റെ ദേഹത്ത് നിറയെ ബ്ലഡ് ഉണ്ട്. ഇവർ ഇതൊക്കെ കണ്ടിട്ട് ആകെ പേടിക്കുന്നുണ്ട്. ഇപ്പൊ ഹസ്ബി പറയാണ്, ഇത് ചെയ്തത് ഞാൻ തന്നെയാണ്, പക്ഷെ ഇതെന്റെ അറിവോട് കൂടിയല്ല, എന്റെ ശരീരം വെച്ച് എന്നെ ആരും നിയന്ത്രിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്തത് എന്ന് അതിൽ നിന്ന് ഞാൻ രക്ഷപ്പെടുത്തി. അങ്ങനെയാണ് ഹക്കിയെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. ഇനി കൂടുതലായിട്ടൊന്നും നമ്മൾ ആരും സംസാരിക്കേണ്ട, ഒരൊറ്റൊരു കാര്യം ചെയ്താൽ മതി, ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകണം. അങ്ങനെ ജുവാനി പോ ഹക്കി എടുത്തുകൊണ്ട്, മഹിയും കൂടെ ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഇവർ കാറിന്റെ അടുത്തേക്ക് വരുമ്പോൾ ഈ കാറിന്റെ മുകളിലേക്ക് ഒരാൾ ചാടി വന്ന് നിൽക്കുകയാണ്. മറ്റാരുമല്ല, ആ ബസ്സിൽ വെച്ച് മരിച്ചുപോയ നമ്മുടെ ജുവാന്റെ കൂട്ടുകാരനുണ്ടല്ലോ, ജിൻഡോയുടെ ഭാര്യ, അതായത് നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന ആ ഒരു ജോസി ഉണ്ടല്ലോ, അവള് തന്നെ. അവളുടെ ഉള്ളിലേക്ക് വല്ലാത്തൊരു ബാധ
കയറിയതുപോലെ. ഇപ്പോ ഈ ജോസി തന്നെ ഇവരെ നോക്കിയിട്ട് പറയാണ്, നിങ്ങൾ എന്താ കരുതിയത് ഇവിടുന്ന് രക്ഷപ്പെട്ട് പോവാമെന്നോ? ഒരിക്കലും ഒരിക്കലും നിങ്ങളെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ജോസി അവളുടെ ആ ഒരു തലയുണ്ടല്ലോ ആ ഒരു ഗ്ലാസ്സിന് അടിച്ചടിച്ചടിച്ച് അവൾ സ്വയം മരിക്കുകയാണ്. ഇപ്പോ ആകെ ഭയന്നൊരു പരിവായി നിൽക്കുന്ന ഇവര് മറ്റൊരു രൂപത്തെ അവിടെ കാണുകയാണ്. ഒരു കറുത്ത വസ്ത്രം ധരിച്ച ഒരു വല്ലാത്ത ഭാവത്തിൽ ഇവരെ നോക്കി നിൽക്കുന്ന ഒരു സ്ത്രീ. അധികം വൈകില്ല ആ സ്ത്രീ ഇവരുടെ അടുത്തേക്ക് വരികയാണ്. മാത്രമല്ല തൊട്ടടുത്തെത്തിയപ്പോൾ ജുവാൻ അതാരാണെന്ന് മനസ്സിലാക്കി. മറ്റാരുമല്ല, മീരയുടെ മകളായിട്ടുള്ള മോർണി തന്നെ. അതികൊടൂരിയായിട്ടുള്ള ഒരു ദുർമന്ത്രവാദിയായിട്ട് മോർണി ഇപ്പൊ മാറിയിട്ടുണ്ട്. കാരണം എന്താന്നല്ലേ, അവളുടെ ഉള്ളിൽ കിടക്കുന്ന ആ ഒരു പക അത് വീട്ടാനായിട്ട്. കാരണം തന്റെ അമ്മയെ ഇതുപോലെ ഇവരെല്ലാവരും കൂടി ആ ഒരു മുറിയിൽ പൂട്ടിയിട്ടതും എന്നിട്ട് മൃഗീയമായിട്ട് മരണപ്പെട്ടു പോയ അവളുടെ അമ്മയുടെ ആ ഒരു മൃതദേഹം ഇവരെല്ലാവരും കൂടി അവിടെ കുഴിച്ചിടുന്നതും മോർണി നേരിട്ട് കണ്ടു. വിറച്ചു പോയ മോർണി അന്ന് അവിടെ ഓടി രക്ഷപ്പെട്ടതാണ്. എന്നാൽ കുട്ടിയായിരിക്കുന്ന അവളുടെ ഉള്ളിൽ ആ ഒരു വൈരാഗ്യം, പക ഇതൊക്കെ ഉണ്ടായിരുന്നു. എന്തിനാണെന്നല്ലേ, അമ്മയോട് ഇങ്ങനെ ചെയ്ത ആൾക്കാരെ ഇതിനേക്കാൾ ഭയാനകമായിട്ട് തന്നെ അവൾക്ക് ശിക്ഷിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതിക്രൂരിയായിട്ടുള്ള ഒരു ദുർമന്ത്രാദിയായിട്ട് തന്നെ ഇപ്പോ ഈ ഒരു മോർണി മാറിയിരിക്കുകയാണ്. ആ പേര് തന്നെ കണ്ടോ, മോർണി. അവളുടെ ഉള്ളിൽ ആ ഒരു മാജിക്കൽ പവർ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്രയും നേരം ഇവരെല്ലാവരെയും ഉപദ്രവിച്ചത്. ഇപ്പൊ ജുവാനെ തന്നെ അവളുടെ ആ ഒരു ഇന്റേണൽ ശക്തി ഉപയോഗിച്ചുകൊണ്ട് എടുത്തെറിയാണ്. എന്നാൽ ഈ ഒരു മോർണിയെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അവളെ അടിച്ചു വീഴ്ത്താൻ വേണ്ടി മഹി ഒരു കല്ലെടുത്ത് വരുന്നുണ്ട്. എന്നാൽ മഹിയുടെ പിന്നിൽ നിന്നും അവളെ മറ്റൊരാളെ അടിച്ചു വീഴ്ത്തുകയാണ്. ആരാണ് നോക്കുമ്പോ ആരാണ്, ഈ ഓർഫനേജിൽ തന്നെ ഉണ്ടായിരുന്ന പെൺകുട്ടി ഉണ്ടല്ലോ, റാണി. ആ പെൺകുട്ടി തന്നെ ഇത്രയും നേരം പാവമാണ്, നല്ലവളാണെന്ന് നമ്മൾ കരുതി ആ ഒരു പെൺകുട്ടി ശരിക്കും ആരാണെന്നല്ലേ, 10ാമത്തെ വയസ്സിൽ ഈ ഓർഫനേജിലേക്ക് അവളെ ഇങ്ങോട്ടേക്ക് കൊണ്ടാക്കിയത് മറ്റാരുമല്ല, മോർണിയാണ്. അതായത് റാണിയുടെ അമ്മ എന്ന് പറയുന്നത് ഈ മോർണിയാണ്. ഈ ഓർഫനേജിലെ കാര്യങ്ങൾ അറിയാനും അപ്പപ്പോ ഇവിടുത്തെ വിവരങ്ങൾ നൽകാനുമായിട്ട് മോർണി തന്നെയാണ് അവളുടെ മകളായിട്ടുള്ള റാണിയെ ഇങ്ങോട്ടേക്ക് കൊണ്ടാക്കിയത് തന്നെ. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. ബോധം കെട്ട് കിടക്കുന്ന നമ്മുടെ മഹി ഉണ്ടല്ലോ, അവളുടെ ആ ഒരു ബോധം വന്ന് ഈ ഓർഫനേജിന്റെ ഉള്ളിലേക്ക് വന്ന് നോക്കുമ്പോൾ ശരിക്കും അലർച്ചകൾ, കരച്ചിലാണ് കേൾക്കാൻ കഴിയുന്നത്. അതായത് ശരിക്കും ഈ ഒരു ഓർഫനേജ് ഒരു നരകമായി മാറിയിരിക്കുകയാണ്. ഇനി അങ്ങോട്ടേക്കുള്ള കാഴ്ചകൾ പൂർണ്ണമായിട്ട് എനിക്ക് നിങ്ങളെ കാണിക്കാൻ കഴിയില്ല. കാരണം നമ്മുടെ ചാനലിൽ ഇപ്പൊ ഒരു പണി കിട്ടിയിട്ടേ ഉള്ളൂ, തിരിച്ച് കിട്ടിയിട്ടുണ്ട്, ഓക്കെ ആയിട്ടുണ്ട്. എന്നാൽ വീണ്ടും ഒരു പണി മേടിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. കാരണം അത്രയും മൃഗീയമായിട്ടുള്ള വിഷ്വൽസ് ആണ്. നിങ്ങൾക്കതിനി നേരിട്ട് കണ്ടേ മതിയാവുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ സിനിമ തന്നെ കാണേണ്ടി വരും. സിനിമയുടെ പേര് താഴെ ഉണ്ട് കേട്ടാ. അതുപോലെ തന്നെ ഓർഫനേജിലെ ഓരോ മുറികളായിട്ട് ഇപ്പൊ കാണിക്കുകയാണ്. അതായത് നല്ല വൃത്തിയുള്ള ജോസി എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണുണ്ടല്ലോ, അവള് നേരത്തെ കാറിൽ തലയടിച്ചിട്ട് മരിച്ചിട്ടില്ല, അവൾ ഇപ്പോഴും ജീവനോടെ ഉണ്ട്. അവളുടെ ശരീരം മുഴുവനും നിറയെ ഓട്ടകളായിട്ട് അതിന്റെ ഉള്ളിൽ നിന്നും ഒരുപാട് പ്രാണികൾ ഇങ്ങനെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അത്രയും ബ്രൂട്ടലായിട്ടുള്ള ഒരു സിറ്റുവേഷൻ. അതുപോലെ തന്നെ മറ്റൊരു ഭാഗത്ത് റാം ഉണ്ടല്ലോ, ഇവന്റെ കൈയും കാലൊക്കെ വല്ലാത്ത രീതിയിൽ പിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വേദന കൊണ്ട് അവനെ ഉറക്കെ നിലവിളിക്കുന്നുണ്ട്. ഇപ്പൊ മറ്റൊരു മുറിയിൽ നോക്കുകയാണെങ്കിൽ എല്ലാവരും കൂടെ ആ മുറിയിൽ ഇരിക്കുകയാണ്. അതിൽ എല്ലാവരുടെയും ദേഹത്തേക്ക് ചൂട് വെള്ളം അങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും മുറിയിട്ട് അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഭൂമിയിൽ ഒരു നരകം ഉണ്ടെങ്കിൽ, ഈ സമയത്ത് ഒരു നരകം ഉണ്ടെങ്കിൽ അത് ഈ ഓർഫനേജ് ആയിരിക്കും. ഇതെല്ലാം ഇപ്പൊ നമ്മുടെ മഹി നേരിട്ട് കാണുകയാണ്. അത് കണ്ട് അവളും നിലവിളിക്കാൻ തുടങ്ങി. കാരണം ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇതുപോലെയുള്ള ബ്രൂട്ടൽ ആയിട്ടുള്ള കാര്യങ്ങൾ അവൾ നേരിട്ട് കാണുന്നത്. എന്നാൽ എന്ത് ചെയ്യണമെന്ന് പോലും അവൾ അറിയാതെ അങ്ങനെ നിൽക്കുകയാണ്. അതുപോലെ തന്നെ മഹിയുടെ മൂത്ത കുട്ടികളെ നോക്കുകയാണെങ്കിൽ ഇവരുടെ പുറത്തൊക്കെ ഓട്ടോമാറ്റിക്കലി മുറികൾ അങ്ങനെ രൂപപ്പെടുകയാണ് കേട്ടോ. ആ കുഞ്ഞുങ്ങൾ വരെ നിലവിളിക്കാൻ തുടങ്ങിയപ്പോ. ഇതേ സമയത്ത് തന്നെ മറ്റൊരു മുറിയിലേക്ക് ചെന്ന സമയത്ത് അവിടെ ഇപ്പോ ഒരാൾ ഇരിക്കുന്നുണ്ട്. അതായത് ഈ ഒരു ഓർഫനേജിന്റെ ഓണർ ആയിട്ടുള്ള ബാദി, ഇയാളെയും അതിക്രൂരമായിട്ട് മർദ്ദിച്ച് അതിൽ കൊണ്ടേ ഇരുത്തിയിരിക്കുകയാണ്. എന്താണ് ഇതൊക്കെ, നിർത്ത് എന്ന് മഹി പറഞ്ഞപ്പോ അവളെ തന്നെ മറ്റേതോ ഒരു ശക്തി എടുത്ത് വലിച്ചെറിയുന്നുണ്ട്. അതായത് മോർണിയുടെ ആ ഒരു മാജിക്കൽ പവറാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അങ്ങനെ എല്ലാവരും നിലവിളിച്ചുകൊണ്ട് നിലത്ത് വീണ് കിടക്കുന്ന സമയത്ത് ഇവരുടെ മുന്നിലേക്ക് ശരിക്കും മോർണി വന്ന് നിൽക്കുകയാണ്. ഇപ്പോഴാണ് അവളുടെ യഥാർത്ഥ മുഖം കാണിക്കുന്നത്. ഇപ്പൊ മോർണി അവരോട് എല്ലാവരോടും പറയാണ്, എന്റെ അമ്മ മീര എനിക്ക് മോർണി എന്ന ആ ഒരു വിശുദ്ധമായ പേര് വെച്ചത് അത്രയും വിശുദ്ധമായ ഒരു പെൺകുട്ടി ഞാനാകാൻ വേണ്ടിയിട്ടാണ്. എന്ന കാലം എന്നെ ആക്കി തീർത്തത് ഒരു ദുർമന്ത്രവാദി. ഇതിനെല്ലാത്തിനും കാരണം ആരാണ്? എന്റെ അമ്മയെ എനിക്ക് ചെറിയ പ്രായത്തിൽ ഉണ്ടാകുന്ന സമയത്ത് അതിക്രൂരമായിട്ട് കൊന്നു കുഴിച്ചു മൂടി ആ ഒരു കാഴ്ച ഞാൻ കാണേണ്ടി വന്നത് കൊണ്ടല്ലേ എന്റെ ഉള്ളിൽ എന്റെ പ്രതികാരം ഉണ്ടാവില്ലേ, ആ പ്രതികാരം എനിക്ക് വീട്ടണ്ടേ. ഇതേ സമയത്ത് തന്നെ കരഞ്ഞുകൊണ്ട് മഹി ചോദിക്കുന്നുണ്ട്, നിനക്കുണ്ടായിരുന്ന ആ ഒരു ദുരനുഭവത്തിൽ ഞങ്ങൾ പങ്കാളികളാണോ? എന്തിനാണ് ഞങ്ങളെ ഇങ്ങനെ ശിക്ഷിക്കുന്നത്? ഇപ്പൊ മോർണി പറയാണ്, നീയൊന്നും ചെയ്തിട്ടില്ല, പക്ഷെ നിന്റെ ഭർത്താവ് ജുവാൻ, ജിൻഡോ, റാം 3 പേരും കൂടിയിട്ടാണ് എന്റെ അമ്മയെ കുഴിച്ചു മൂടാനായിട്ട് സഹായിച്ചത്. അത് അവർ അറിഞ്ഞുകൊണ്ടല്ലേ ചെയ്തത്. അപ്പൊ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ജുവാൻ ചോദിക്കുന്നുണ്ട്, തെറ്റ് ചെയ്തത് ഞങ്ങളല്ലേ, പിന്നെ എന്തിനാണ് ഞങ്ങളുടെ ഭാര്യമാരെയും കുഞ്ഞുങ്ങളെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? ഇപ്പൊ മോർണി പറയാണ്, നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്ന ആൾക്കാര് ഇങ്ങനെ അനുഭവിക്കുമ്പോ, ഇങ്ങനെ ക്രൂരമായ കാര്യങ്ങൾ നേരിടുമ്പോ, അത് നീയെല്ലാം കാണുമ്പോ നീ എത്രത്തോളം വിഷമം അനുഭവിക്കും. ആ വിഷമാടാ നിനക്കൊക്കെയുള്ള ശിക്ഷ. ഞാൻ അനുഭവിച്ചതിന്റെ ഒരു അംശം പോലും ആവില്ല അതൊന്നും. അപ്പൊ നീ എന്തിനാണ് ആ പിഞ്ചു കുഞ്ഞുങ്ങളെ ബസ്സിൽ വെച്ച് കൊന്നു കളഞ്ഞെന്ന് ഈ മോർണിയോട് ചോദിച്ച സമയത്ത് മോർണി പറയാണ്, ഞാൻ ആ കുട്ടികളെ ഫ്രീ ആക്കി വിട്ടതാണ്, അവർക്ക് സ്വാതന്ത്ര്യം കൊടുത്തതാണ്. ഈ ഓർഫനേജിൽ വെച്ച് ഇങ്ങനെ ക്രൂരമായിട്ട് അവരനുഭവിക്കുന്നതിലും നല്ലത് അവർ മരണപ്പെടുന്നതാണ്. ഈ നരാധവനിൽ നിന്നും രക്ഷപ്പെടുന്നതാണ് ആ കുട്ടികൾക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല കാര്യം. അതുപോലെ തന്നെ ഈ മോർണി ഉണ്ടല്ലോ, ഒരു കാര്യം അവരോട് പറയാണ്, നിങ്ങൾ ഇനിയിപ്പോ മരിച്ചു കഴിഞ്ഞാൽ നരകത്തിൽ പോവോ സ്വർഗത്തിൽ പോവോ എന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ നിങ്ങൾ മരിക്കുന്നതിന് മുന്നേ നിങ്ങൾ ആ നരകം കാണിക്കണം, എനിക്ക് നിർബന്ധമുണ്ട്.
വരുന്നുണ്ട്. ഇപ്പൊ ഈ മൂർണിയുടെ കാല് പിടിച്ച് പറയുന്നത് പോലെ മഹി പറയാണ്, ദയവ് ചെയ്തിട്ട് എന്റെ കുഞ്ഞുങ്ങളെ വെറുതെ വിടണം. ഇപ്പൊ മൂർണി പറയാണ്, ഓക്കെ നിന്നെയും നിന്റെ കുഞ്ഞുങ്ങളെയും ഞാൻ വെറുതെ വിടാം, പക്ഷെ നീയായിട്ട് തന്നെ നിന്റെ ഭർത്താവിന്റെ കഴുത്തറുത്ത് കളയണം, ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുകയാണ്. ഇതിനൊരു മറുപടി കൊടുക്കാനായിട്ട് നമ്മുടെ മഹിക്ക് കഴിയുന്നില്ല. ഇതേ സമയത്തിന് ഈ മൂർണിയുടെ മകളുണ്ടല്ലോ റാണി ഓൾറെഡി ഈ ബാദിയുടെ ദേഹത്തേക്ക് ഒരു അരിവാള് കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് അയാളുടെ ദേഹത്ത് നിന്ന് വലിച്ചൂരിയെടുക്കുകയാണ്. എന്നിട്ട് അത് മഹിയുടെ കയ്യിൽ കൊടുത്തിട്ട് അവളുടെ ഭർത്താവിന്റെ കഴുത്തിറക്കാൻ വേണ്ടി പറയുന്നുണ്ട്. ശരിക്കും മഹിയുടെ കൈയുടെ കൺട്രോൾ ഒന്നും ഇപ്പൊ അവളുടെ കയ്യിലല്ല. ഇപ്പോ കഴുത്തിറക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ജുവാൻ പറയുന്നുണ്ട്, മഹി നീ അത് ചെയ്തോ, നീയും രക്ഷപ്പെട്, കുട്ടികളുമായിട്ട് ഇവിടുന്ന് പോ എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ മഹി മനസ്സോടെ അത് ചെയ്യാൻ നിൽക്കുമ്പോൾ പെട്ടെന്ന് ഇവരുടെയൊക്കെ ശരീരത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു അനാവശ്യമായിട്ടുള്ള എന്തൊക്കെയോ ഒരു ഫോഴ്സ് ഉണ്ടല്ലോ, ഇതൊക്കെ പെട്ടെന്ന് എവിടെയോ പോവുകയാണ്. ഇവര് ഫ്രീ ആവുകയാണ്. നോക്കുമ്പോ എന്താ നമ്മുടെ ജുവാന്റെയും മഹിയുടെയും മകനുണ്ടല്ലോ ചെറിയ കുട്ടി ഹക്കി, ഒരു സ്ക്രൂ ഡ്രൈവറും കൊണ്ടുവന്നിട്ട് ഈ ഒരു ദുർമന്ത്രവാദിയായിട്ടുള്ള മോറിയുടെ പിന്നിൽ ഒരൊറ്റ കുത്തു കൊടുക്കുകയാണ്. അവരുടെ ശ്രദ്ധയൊന്നും മാറി, കോൺസെൻട്രേഷൻ പോയപ്പോ അവരുടെ ആ ഒരു പവർ ചെറുതായിട്ടൊന്ന് കുറഞ്ഞ. എന്നാൽ ഈ ഒരു സമയം മഹി കാര്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഈ കയ്യിൽ കിട്ടിയ അരിവാൾ ഉപയോഗിച്ചിട്ട് മോറിയുടെ കഴുത്തിനിട്ട് ഒരൊറ്റ വെട്ടുകൊടുക്കുകയാണ്. തല രണ്ടായി പോയി. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന റാണി, അതായത് മോറിയുടെ മകൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് തിരിയുന്നില്ല. എന്നാൽ കാര്യങ്ങൾ ഇവിടെ കൊണ്ടൊന്നും തീർന്നില്ല കേട്ടോ. കാരണം അറ്റുപോയ മോറിയുടെ ആ ഒരു തലയുണ്ടല്ലോ, അത് അവളുടെ ശരീരം തന്നെ പോയിട്ടെടുത്ത് അവളുടെ തലയിൽ തന്നെ വെക്കുകയാണ്. അതായത് ഇതൊരു ദുർമന്ത്രവാദിയാണ്, അവൾ അങ്ങനെയൊന്നും ഇല്ലാതാക്കാൻ കഴിയില്ല. എന്നാൽ പെട്ടെന്ന് തന്നെ മഹി അവിടെ ഉണ്ടായിരുന്ന ആ ഒരു മെഴുകുതിരികൾ ഇവളുടെ ദേഹത്തേക്ക് തള്ളിയിടുകയാണ്. അവളുടെ ദേഹം നിന്ന് കത്താൻ ആരംഭിച്ചു. അതായത് ഈ ദുർമന്ത്രവാദിയെ ഇല്ലാതാക്കാനായിട്ടുള്ള ഏക വഴി തീയിടൽ മാത്രമാണ്. എന്നാൽ അങ്ങനെ മരണത്തോട് മല്ലടിച്ച് നിൽക്കുന്ന സമയത്ത് ആ അവസാന നിമിഷത്തിൽ മോർണി നേരെ ചെല്ലുന്നത് ബാദി എന്ന് പറഞ്ഞ ഈ മനുഷ്യനുണ്ടല്ലോ ഇയാളുടെ ദേഹത്തൊക്കെയാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും പച്ചക്ക് നിന്നങ്ങനെ കത്തുകയാണ്. ശരിക്കും മോർണി എന്ന് പറഞ്ഞ മന്ത്രവാദി കാണിച്ചു കൂട്ടിയത് കുറച്ചധികം കൂടിപ്പോയില്ലേ, ഇയാൾക്കിട്ട് മാത്രം പണി കൊടുത്താൽ പോരായിരുന്നു. ശരിക്കും മോർണി ഒരു ദയ അർഹിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അവൾ ചെയ്തു കൂട്ടി ആ ഒരു കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ യാതൊരു രീതിയിലും മോർണി ദയ അർഹിക്കുന്നില്ല. അവസാനം അവൾക്ക് കിട്ടേണ്ടത് തന്നെ കിട്ടിയിട്ടുണ്ട്. കുറച്ച് ദിവസങ്ങൾ കഴിയാണ്. ഇപ്പൊ ഒരു സ്കൂള് കാണിക്കുന്നുണ്ട്. സ്കൂളിലെ പിള്ളേരെല്ലാം വീട്ടിലേക്ക് പോകാനായിട്ട് തയ്യാറായി നിൽക്കുകയാണ്. നമ്മുടെ ഹക്കിയും അതിന്റെ ഇടയിൽ കാണിക്കുന്നുണ്ട്. ഇപ്പൊ ഹക്കിയെ കൂട്ടാനായിട്ട് അവന്റെ അമ്മയായിട്ടുള്ള മഹിയും വന്നിട്ടുണ്ട്. കൂടെ തന്നെ സീറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഓർഫനേജില് അവൻ ഇഷ്ടപ്പെട്ട ആന്റി ഉണ്ട് കേട്ടോ. ഇവരുടെ കൂടെ സീറ്റിയാൻ കൂടിയിട്ടുണ്ട്, ഇവരുടെ ജോലികളൊക്കെ ചെയ്യാനായിട്ടും മകനെ നോക്കാനായിട്ടും. എന്തായാലും സ്കൂളിൽ നിന്നും നമ്മുടെ ഹക്കിയെ കൂട്ടി ഇവർ നേരെ കാറിൽ കയറുകയാണ് കേട്ടോ. വീട്ടില് അച്ഛനും അതുപോലെ തന്നെ മോമനും കൂടിയിട്ട് നല്ല അടിപൊളി ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്, നമുക്ക് വേഗം പോയിട്ട് അത് കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ പോവാൻ നിൽക്കുന്നത്. പെട്ടെന്ന് മഹി നോക്കുമ്പോൾ വല്ലാത്തൊരു നിശബ്ദത, ഒരു ശാന്തത. അവളിപ്പോ സൈഡ് മിററിലൂടെ നോക്കുമ്പോൾ ഒരു വല്ലാത്ത കറുത്ത രൂപത്തെ ആ കണ്ണാടിയിലൂടെ അവൾ കാണുന്നുണ്ട്. എന്നാൽ അതൊരു തോന്നലായിരുന്നു. പക്ഷെ ഇതിനുശേഷം നമ്മുടെ മഹിയുടെ ഉള്ളിൽ വീണ്ടും ആ ഒരു പേടി കയറി കൂടുകയാണ്. മോർണി മരിച്ചു കഴിഞ്ഞു, ചിലപ്പോ അവളുടെ ആ ഒരു ദുരാത്മാവ് അതിന് വരുമോ പകൽ വീട്ടാനായിട്ട്, അറിയില്ല. ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ട് സിനിമ ഇവിടെ തീരുകയാണ്. തീർച്ചയായിട്ടും മറ്റൊരു നല്ല കഥയുമായിട്ട് ഞാൻ നാളെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ എന്താക്കണം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, നമ്മുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.